രണ്ട് കാര്യം നമ്മൾ പഠിച്ചു. ഒന്ന്, നമ്മൾ മനസ്സിലാക്കിയത് ഗാഡ്സ് എക്സിസ്റ്റൻസ്. രണ്ട്, ഹിസ് നേച്ചർ. എന്താ? ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട്. ഗാഡ്സ് എക്സിസ്റ്റൻസ് ഈസ് ദെയർ. രണ്ട്, നമ്മൾ മനസ്സിലാക്കിയത് ഹിസ് നേച്ചർ. എന്താണ് ദൈവത്തിൻ്റെ നേച്ചർ? അവൻ എവിടെ കടന്നു വന്നാലും അവർക്ക് നന്മ കൊടുക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമെന്ന് അന്ന് രാത്രി നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. ഞാൻ ആ വിഷയത്തിൽ വിടുകയാണ്. ഇന്ന് രാത്രി നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കടന്നു വരികയായി. ഇങ്ങനെയുള്ള നല്ല സ്റ്റുഡൻസിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വായിച്ചിട്ട് എബ്രായലേഖനം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട്. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് നമ്പർ 7. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് രാത്രി നമുക്ക് സുപരിചിതനായിരിക്കുന്ന ഒരു കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുവാൻ പോകുകയാണ്. നോഹ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഹാനോക്ക് തൻ്റെ മകന് ഒരു പേരിട്ടു. എന്തായിരുന്നു ആ പേര്? മെതുശലഹ്. കറക്റ്റ്. എന്തായിരുന്നു ആ പേരിൻ്റെ അർത്ഥം? യെസ്, when it shall come after his death. അവൻ്റെ മരണത്തോടുകൂടെ അത് സംഭവിക്കും. എന്ത് സംഭവിക്കും? നമ്മൾ കണ്ടു, വരുവാൻ പോകുന്ന ഫ്ലഡ്, ജലപ്രളയം. അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കി ഹാനോക്കിൻ്റെ കാലത്ത് തന്നെ ഹാനോക്ക് മനസ്സിലായൊരു വിഷയമാണ് വളരെ അടുത്ത ഭാവിയിൽ ഒരു ജലപ്രളയം വരുവാൻ പോകുന്നുവെന്നുള്ളത്. അത് മനസ്സിലാക്കിയതിന് ശേഷം തൻ്റെ മക്കൾക്ക് അത് കൈമാറുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹാനോക്കിന് മെതുശലഹ് ജനിച്ചു. മെതുശലഹിന് വേറൊരു മകൻ ജനിച്ചു. അതാണ് ലാമേക്ക്. ലാമേക്കിന് വേറൊരു മകൻ ജനിച്ചു. ആ മകൻ്റെ പേരാണ് നോഹ. നോഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കംഫേർട്ട്, ആശ്വാസം. നോട്ട് ചെയ്താൽ നോഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കംഫേർട്ട്. ദിസ് വൺ വിൽ കംഫേർട്ട്. ഈവൻ നമ്മളെ ആശ്വസിപ്പിക്കും. അതാണ് നോഹ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ലാമേക്ക് എന്നുള്ള പിതാവിൻ്റെ ആത്മീയ അവസ്ഥ എന്തെന്നുള്ളത് തൻ്റെ മകൻ ഈ പേര് കൊടുത്തതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഹാനോക്ക് വലിയ വല്യപ്പച്ചൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, ദൈവത്തോടുകൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ട് പോയി. അത്രമാത്രം വെരി ക്ലോസ് വാക്ക് വിത്ത് ദ ലോർഡ്. ഹാനോക്കിൻ്റെ മകൻ മെതുശലഹ് തനിക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായിരിക്കുന്ന കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിനുശേഷം ലഭിച്ച മകൻ ലാമേക്ക്. ലാമേക്ക് തൻ്റെ മകന് ഒരു പേര് കൊടുത്തപ്പോൾ ആ പേര് ഇപ്രകാരം പറയുണ്ടായി, ഇവനാണ് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ദിസ് വൺ വിൽ കംഫർട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമുണ്ട്. ഇവരെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ആദമിന് കൊടുത്ത കേഴ്സിൽ നിന്ന്, ശാപത്തിൽ നിന്ന് ഈ ഭൂമിയെ വിടുവിക്കുവാനായിട്ട് കഴിവുള്ളവനാണ് എന്നുള്ളതാണ് വിഷയം. അപ്പോൾ ആദമിൻ്റെ ശാപം കൊണ്ട് എന്ത് സംഭവിച്ചു? ആദം പാപം ചെയ്തതുകൊണ്ട് ശാപം ഭൂമിയിൽ കടന്നു വന്നു. ആ ശാപത്തിൻ്റെ അനന്തര ഫലമാണ് മനുഷ്യൻ കഷ്ടപ്പെടുവാൻ ഇടയായിത്തീർന്നത്. അന്ന് ഈ പ്രത്യേകമായിരിക്കുന്ന കാലത്ത് നടക്കുന്ന സകലവിധമായിരിക്കുന്ന ദുർനടപ്പിൻ്റെയും ദുഷ്ടതയുടെയും കാരണം ആദമിൻ്റെ പാപമാകുന്നുവെങ്കിൽ ലാമേക്ക് ഒരു കാര്യം മനസ്സിലാക്കി, ഈ മകൻ ജനിക്കുമ്പോൾ ഈ മകൻ്റെ കാലത്ത് ഞങ്ങൾക്ക് ഒരു വിശ്രമത്തിൻ്റെ സമയമായിരിക്കും, ഞങ്ങൾക്ക് ഒരാശ്വാസത്തിൻ്റെ കാലമായിരിക്കും എന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാക്കി, ഈ കഴിഞ്ഞ കാലങ്ങളിലെ സകലവിധമായിരിക്കുന്ന കഷ്ടതകൾ മാറ്റപ്പെട്ട് ഞങ്ങൾക്ക് വിടുതൽ ലഭിക്കുന്ന ഒരു സമയമായിരിക്കും ഈ നോഹയുടെ കാലമെന്ന് മനസ്സിലാക്കിയാണ് അപ്പൻ മകന് പേര് കൊടുത്തപ്പോൾ അവനെ ആശ്വാസമെന്ന് വിളിക്കുവാനായിട്ടിടയായിത്തീർന്നത്. അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നോഹ ജനിക്കുമ്പോൾ തന്നെ നോഹയെക്കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് അമ്മയപ്പന്മാർക്കുള്ളതുപോലെ തന്നെ ദൈവത്തിനും ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നോഹ ജീവിച്ച് മുൻപോട്ട് കടന്നു വന്നപ്പോൾ, നോഹയുടെ പ്രവർത്തന കാലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്താണ്, ആരായിരുന്നു നോഹ. നോഹയ്ക്ക് പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കുമ്പോൾ നോഹയുടെ 4 പ്രത്യേക ക്വാളിറ്റീസ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വായിച്ചോട്ട് ജനസിസ് ചാപ്റ്റർ 2, ജനസിസ് ചാപ്റ്റർ 6, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോട്ട്. വേഴ്സ് 9, ജനസിസ് ചാപ്റ്റർ 6 വേഴ്സ് 9.
നോഹയുടെ വംശപാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് നോഹയെക്കുറിച്ച് തന്നെ ഒരു ഡിസ്ക്രിപ്ഷൻ, ഒരു വിവരണം അവിടെ കൊടുക്കുക. ആരാണ് നോഹ, എന്തായിരുന്നു നോഹയുടെ പ്രത്യേകത? അതിൽ ഒന്നാമത് പറയുന്നത് നോഹ ആരായിരുന്നു? നീതിമാനായിരുന്നു. ഹി വാസ് റൈച്ചിയസ്. നിങ്ങൾ മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആദമിൻ്റെ പാപത്തിന് ശേഷമായിട്ട് നീതി എന്നുള്ള വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ നോഹയുടെ ജീവിതത്തിലാണ്. നിങ്ങൾ ഈ സിറ്റുവേഷൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നീതിമാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദർ ഈസ് നോ ഫോൾട്ട് ഇൻ ഹിം, യാതൊരു കുറ്റവും അവൻ്റെ ജീവിതത്തിലില്ല. ഇതാണ് ആ വാക്കിൻ്റെ അർത്ഥമെങ്കിൽ ഈ നോഹ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ജീവനോടെ ഇരിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി, ഹാനോക്ക് ആരായിരുന്നു? നീതിമാനായിരുന്നു. എപ്പോൾ ദൈവം അത് സാക്ഷിച്ചു? ഹാനോക്കിൻ്റെ മരണശേഷം. ഹാനോക്ക് അത് വിശ്വസിച്ചു, അതുകൊണ്ട് ഹാനോക്ക് നീതിമാനായി തീർന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ നോഹയുടെ കാലം അതല്ല പറയുന്നത്. നോഹ ജീവിച്ചിരിക്കുന്ന സമയം തന്നെ സ്വർഗത്തിലെ ദൈവം ഇപ്രകാരം നോഹയെക്കുറിച്ച് പറയുകയാണ്, അവൻ നീതിമാനാണ്, അവനിൽ യാതൊരു കുറ്റവുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രമാത്രം പ്രതികൂലങ്ങൾ നിറഞ്ഞൊരു കാലത്തിൽ, ഇത്രമാത്രം പ്രശ്നങ്ങൾ നിറഞ്ഞൊരു കാലത്തിൽ, ഈ ഒരു കാലത്തിൽ ദൈവം കണ്ട ഒരേ ഒരു വ്യക്തിയെ കാണുവാൻ ഇടിയായി തീർന്നുവെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഏതെല്ലാം പ്രതികൂലങ്ങൾ ചുറ്റുപാടുകൾ മുഴുവൻ വഷളത്വത്തിലാണെങ്കിലും എനിക്കും നിങ്ങൾക്കും നീതിമാനായിട്ട് ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പലപ്പോഴും നമ്മൾ സാഹചര്യങ്ങളെ കണ്ടിട്ട് സാഹചര്യം അതായിപ്പോയി, അതുകൊണ്ട് ഞാനും ഇത് ചെയ്യുവാൻ തക്കവണ്ണം പ്രേരിതനായിത്തീർന്നുവെന്ന് പറഞ്ഞുകൊണ്ട് പാപത്തിന് അകപ്പെടുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, ദൈവം നമ്മളെ നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും ആ സാഹചര്യത്തിന് നടുവിൽ ദൈവത്തിന് വേണ്ടി നിർത്തുവാൻ തക്കവണ്ണം ഈ ദൈവം നമ്മെ ശക്തനാക്കുന്ന ദൈവമാണ്. എന്താ ഇവിടുത്തെ വിഷയം? നിങ്ങൾ താഴോട്ട് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ദേശം അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മനുഷ്യപുത്രന്മാർ ദൈവപുത്രന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ കണ്ടിട്ട് അവർ തമ്മിൽ വിവാഹബന്ധം ചെയ്യുന്നു. രണ്ട് ചിന്തകളാണ് അതിനകത്ത് കാണുവാൻ സാധിക്കും. ഒന്ന്, ദൈവത്തെ ദൂതന്മാരെന്ന് പറയുന്നുണ്ട്. രണ്ട്, അന്ന് രണ്ട് വംശമായിട്ട് ലോകം മാറ്റപ്പെട്ടു. ഒന്ന്, ഈ ആദമിൻ്റെ മക്കൾ കയീനും ഹാബേലും, ഇവർ രണ്ടുപേരുടെയും കാലത്ത് ഈ ഹാബേലിനെ കയീൻ കൊന്നതിന് ശേഷം രണ്ട് പാരമ്പര്യമായിട്ട് ഇത് മാറ്റപ്പെട്ടു. ഒന്ന്, ശേത്തിൻ്റെ വംശപാരമ്പര്യം എന്ന് പറയുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ ജനവും, കയീൻ്റെ വംശപാരമ്പര്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ജനവുമായിട്ട് വേർതിരിക്കപ്പെട്ടു. രണ്ടായിട്ട് അവർ വേർതിരിക്കപ്പെട്ടു. ഈ വേർതിരിക്കപ്പെട്ട രണ്ട് കൂട്ടം തമ്മിലുള്ള വിവാഹത്തെ ആയിരിക്കും ഒരുപക്ഷെ അത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കാരണം ദൈവദൂതന്മാർ മനുഷ്യരുടെ പുത്രന്മാരെ എടുക്കും എന്ന് ചിന്തിക്കുമ്പോൾ സ്ക്രിപ്ചറിൽ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് വേദപുസ്തകം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ദൈവപുത്രന്മാരെന്ന് പറയുന്നത് ശേത്തിൻ്റെ വംശാവലിയായിരിക്കണം. പോകട്ടെ, മുൻപോട്ട് കടന്നു പോകട്ടെ. ഇവിടുത്തെ വിഷയത്തിൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഈ നോഹ ദൈവത്തിന് മുൻപാകെ നീതിമാനായിട്ട് നിൽക്കുവാനിടയായി തീർന്നു. രണ്ട്, നോഹയെക്കുറിച്ച് പറയുന്നത് he was perfect in his generation. തൻ്റെ തലമുറയിൽ അവൻ ആരായിരുന്നു? നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ നോഹയെക്കുറിച്ച് ദൈവത്തിന് സാക്ഷ്യം പറയുവാനുണ്ട്. ഈ വക്രത നിറഞ്ഞ ലോകത്തിൽ നോക്കുമ്പോൾ നോഹയിൽ ദൈവം ഒരു പെർഫെക്ഷനെ കാണുക. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ദൈവമാണ് ഈ വാക്കുകൾ കോട്ട് ചെയ്യുന്നത്, ഒരു മനുഷ്യനല്ല. മനുഷ്യൻ കോട്ട് ചെയ്യുന്നുവെങ്കിൽ മാനുഷിക കാഴ്ചപ്പാടിൽ കൂടിയാണ്, എന്നാൽ ദൈവം കോട്ട് ചെയ്യണമെങ്കിൽ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് കൂടിയാണ് ദൈവം പറയുന്നത്. അപ്പോൾ ദൈവം നോക്കിയിട്ട് നോഹയെ ദൈവം കാണുന്നത് തൻ്റെ നടപ്പിൽ താൻ ഒരു പെർഫെക്റ്റ് വ്യക്തിയായിട്ട് കാണുന്നു. മൂന്നാമത്തെ ക്വാളിറ്റി നമ്മൾ കാണുന്നത് ഹി വാക്ക്ഡ് വിത്ത് ഗാഡ്. ദൈവത്തോടുകൂടെ നോഹ നടന്നു. നാലാമത്തെ ക്വാളിറ്റി നമ്മൾ കാണുന്നത് വേഴ്സ് 8, 8-ാമത്തെ വാക്യം. നോഹയ്ക്ക് യഹോവയുടെ ഹി ഫൗണ്ട് ഗ്രേസ് ഫ്രം ദ ലോർഡ്. ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. വേദപുസ്തകത്തിൽ ഗ്രേസ് എന്നുള്ള വാക്യം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ പ്രത്യേകമായിരിക്കുന്ന ഭാഗത്താണ്.
അപ്പോൾ 4 ക്വാളിറ്റിയാണ് ഈ നോഹയുടെ ജീവിതത്തിൽ നമ്മൾ കാണുവാൻ ഇടയായിത്തീരുന്നത്. നമ്മുടെ വിഷയത്തിൽ ഞാൻ കടന്നു വരട്ടെ. ഇവിടെ നോഹയെ കൊണ്ട് ദൈവം അസാധ്യമായിരിക്കുന്ന ഒരു കാര്യം ചെയ്യിപ്പിക്കുവാൻ പോകുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു മാറിക്കുന്ന 3 ക്യാരക്ടേഴ്സ് നമ്മളൊന്ന് ഒരുമിച്ച് നോക്കാമെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഹാബേൽ വിശ്വാസത്തിൻ്റെ എന്താ കാണിച്ചു തന്നത്? യാഗം വേർഡ് കൊടുത്തു കഴിഞ്ഞാൽ ആരാധനയുമായിരിക്കുന്ന ബന്ധത്തിൽ. അപ്പോൾ നമ്മൾ വ്യക്തമായിട്ട് അന്ന് ചിന്തിക്കുകയുണ്ടായി. ഹാബേലിൻ്റെ യാഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഹാബേലിൻ്റെ യാഗം വെളിപ്പെടുത്തുന്നത് എങ്ങനെയായിരിക്കണം ഒരു ദൈവ പൈതൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കിയത് ദ വേ ഓഫ് ഫെയ്ത്ത് ആണ് ഹാബേലിൻ്റെ യാഗത്തിൻ്റെ പ്രത്യേകത. നോട്ട് ചെയ്താട്ട് ഇതുവരെ നോട്ട് ചെയ്യാതിരുന്നവർ. ഏബൽ ഷോസ് ദ വേ ഓഫ് ഫെയ്ത്ത്. ഏബൽ ഷോസ് ദ വേ ഓഫ് ഫെയ്ത്ത്. ഹാനോക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ ഹാനോക്കിനോട് കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് ഹാനോക്കിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഹാനോക്ക് വാക്ക് വിത്ത് ഗാഡ്. ഹാനോക്കിൻ്റെ പ്രത്യേകത ഹി വാക്ക്ഡ് വിത്ത് ഗാഡ് ഇൻ ഫെയ്ത്ത്. നോട്ട് ചെയ്ത് ദാറ്റ്. ഏനോക്ക് ഇലസ്ട്രേറ്റഡ് ദ വാക്ക് ഓഫ് ഫെയ്ത്ത്. ഹാനോക്ക് വെളിപ്പെടുത്തിയത് വിശ്വാസത്താലുള്ള നടപ്പ്. മൂന്നാമത്തെ വ്യക്തി നോഹയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് ഇവിടെ വാക്ക് ഓഫ് ഫെയ്ത്തോ അല്ലെങ്കിൽ വേ ഓഫ് ഫെയ്ത്തോ അല്ല, ഇറ്റ് ഈസ് വിറ്റ്നസ് ഓഫ് ഫെയ്ത്ത്. നോഹ, നോട്ട് ചെയ്ത് ദാറ്റ്, ഈസ് ദ വിറ്റ്നസ് ഓഫ് ഫെയ്ത്ത്. വിശ്വാസത്തിൻ്റെ സാക്ഷ്യം. അതാണ് നോഹയെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. വിശ്വാസത്തിൻ്റെ സാക്ഷ്യം, എ വിറ്റ്നസ് ഓഫ് ഫെയ്ത്ത്. അതാണ് നോഹയുടെ ജീവിതത്തിൽ കൂടെ നമ്മൾ കാണുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നോഹയ്ക്ക് ദൈവം ഒരരുളപ്പാട് കൊടുത്തു. എന്താ അരുളപ്പാട് കൊടുത്തത്? ഞാൻ ഈ ഭൂമിയിൽ മഴ പെയ്യ്ക്കുവാൻ പോകുന്നു. ഈ മഴ അന്ന് വരെ ഇല്ലാതിരുന്നൊരു കാലം, അന്ന് വരെ എങ്ങനെയാണ് ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നത്? വായിച്ചോട്ട് ഈ ജനസിസ് ചാപ്റ്റർ 2, ഉൽപ്പത്തി 2-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യത്തിലേക്ക് കടന്നു വന്നത്. വേഴ്സ് 5 and 6. ഭൂമിയിൽ നിന്ന് മഞ്ഞ് പൊങ്ങി നിലമൊക്കെയും നനച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അന്ന് ആകാശത്തു നിന്ന് പെയ്യുന്ന ഒരു മഴയല്ലായിരുന്നു ഭൂമിയെ നനച്ചുകൊണ്ടിരുന്നത്. അന്ന് ഭൂമിയിൽ തന്നെ മഞ്ഞ് പൊങ്ങി വരിക, അത് നിലത്തെ നനയ്ക്കുക. അപ്പോൾ മനസ്സിലാക്കിക്കോണം, അന്ന് വരെ നോഹയുടെ കാലം വരെ മഴ എന്നുള്ളത് അവക്കാർക്കും അറിയത്തില്ല. ഈ ഒരു സംഭവം നടക്കുമെന്നുള്ളത് ഇവക്കാർക്കും അറിയത്തില്ല. മഴ പെയ്യാൻ പോകുന്നു, ഇങ്ങനെ മഴയുണ്ടോ, അല്ലെങ്കിൽ മഴ എന്നുള്ള വിഷയം തന്നെ അവർ ആദ്യമായിട്ട് കാണുവാൻ പോകുന്നൊരു സംഭവമാണ്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ഈ നോഹയ്ക്ക് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ദൈവം കൊടുത്ത വെളിപ്പാട് ഇതായിരുന്നു: ലോകത്തിൻ്റെ ദുഷ്ടത ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിന് ലോകത്തെ നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. ദൈവം ഹൃദയം കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ബൈ ഫോഴ്സ് ദൈവം മനുഷ്യനെ നശിപ്പിക്കേണ്ടതായിട്ട് വന്നു. എന്തുകൊണ്ട്? മനുഷ്യൻ്റെ ദുഷ്ടത വളരെ വലുതായതുകൊണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയെല്ലാം ഏതെല്ലാം ദേശത്തിൽ ദുഷ്ടത വലുതാകുമോ ആ സ്ഥലത്തെയോ ആ പട്ടണത്തെയോ ആ ഗ്രാമത്തെയോ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള ചരിത്രമാണ് ഇന്ന് ലോകത്തിൽ നോക്കിയാലും വേദപുസ്തകം പഠിച്ചാലും കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ നോഹയുടെ കാലത്ത് ലോകം അതിക്രമത്തിലായിരുന്നപ്പോൾ ഈ അതിക്രമമുള്ള ലോകത്തെ ദൈവം നശിപ്പിച്ചു. സോദോം ഗൊമോറ അതിക്രമത്തിലായിരുന്നപ്പോൾ സോദോം ഗൊമോറയെ ദൈവം നശിപ്പിച്ചു. നമ്മുടെ നാട്ടിൽ ആൾക്കാരെ പണ്ട് നിലവിളിച്ചതുപോലെ ദൈവത്തെ നിലവിളിക്കാഞ്ഞതുകൊണ്ട് ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് പല രീതിയിലുള്ള കലക്കവെള്ളവും പല രീതിയിലുള്ള രക്തവെള്ളവും ഒക്കെ ഭൂമിയിൽ വെളിപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയെല്ലാം ജനം ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുമോ, എപ്പോഴെല്ലാം ജനത്തിൻ്റെ ദുഷ്ടത ദൈവത്തിന് മുൻപാകെ വലുതായിരിക്കുമോ, ആ സമയങ്ങളിലൊക്കെ ദൈവം ആ ദേശത്തെയോ ആ പ്രത്യേകമായിരിക്കുന്ന ഗ്രാമത്തെയോ നശിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. ഇതിൽ കൂടെ ഒരു വലിയൊരു ആത്മീയ പാഠം നമ്മൾ പഠിക്കണം. നമ്മുടെ ദുഷ്ടത വലുതായി കഴിയുമ്പോൾ പിന്നെ ദൈവം നമ്മളെ ഈ ഭൂമി വെച്ചേക്കത്തില്ല.
ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് ആ ദുഷ്ടത കടന്നു ചെല്ലുമ്പോൾ ദൈവം അത് നശിപ്പിക്കുന്നതായിട്ട്. ഇവിടെ എന്ത് സംഭവിച്ചു? നോഹയുടെ കാലത്ത് ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നോഹയുടെ കാലത്ത് ദൈവം ഭൂമിയെ നശിപ്പിക്കുമ്പോൾ നോഹയ്ക്ക് എന്നാണ് ഈ വെളിപ്പാട് ലഭിച്ചത്? വളരെ പെട്ടെന്നൊന്ന് കടന്നു വന്നാട്ട് ഉൽപ്പത്തി 5 അധ്യായം അതിൻ്റെ 32 വാക്യം. ജനസിസ് ചാപ്റ്റർ 5 വേഴ്സ് 32. നോഹയ്ക്ക് 500 വയസ്സായ ശേഷം, അപ്പോൾ 500ാമത്തെ വയസ്സിലാണ് ദൈവം നോഹയ്ക്ക് വെളിപ്പാട് കൊടുക്കുവാൻ പോകുന്നത്. അതുവരെ നോഹയ്ക്ക് അറിയത്തില്ല ഇങ്ങനൊരു സംഭവം നടക്കുവാൻ പോകുന്നുവെന്നുള്ളത്. സോ അതിനുശേഷം 500ാമത്തെ വയസ്സിലാണ് നോഹ ശേമിനെ ജനിപ്പിച്ചത്. അപ്പോൾ 500ാമത്തെ വയസ്സിൽ ശേമിനെ ജനിപ്പിച്ചുവെങ്കിൽ ഒന്ന് വായിച്ചിട്ട് അതിൻ്റെ 7-ാം അധ്യായം ഒന്ന് നോട്ട് ചെയ്തോണം ഈ വാക്യങ്ങളൊക്കെ. 6-ാമത്തെ വാക്യം, 7th chapter verse 6, ജനസിസ് 7:6. അപ്പോൾ നോഹയ്ക്ക് 600 വയസ്സായിരുന്നു. 600ാമത്തെ വയസ്സ്, നോഹയുടെ 600ാമത്തെ വയസ്സിലാണ് മഴ പെയ്യുവാനായിട്ട് തുടങ്ങിയത്. ശേം നോഹയ്ക്ക് ജനിച്ചത് നോഹയുടെ എത്രാമത്തെ വയസ്സിൽ? 500ാമത്തെ വയസ്സിൽ. അപ്പോൾ 500ാമത്തെ വയസ്സിൽ ശേം ജനിച്ചുവെങ്കിൽ ഇവിടെ 600ാമത്തെ വയസ്സിൽ വെള്ളപ്പൊക്കം നടന്നുവെങ്കിൽ ഇതിൻ്റെ മിഡിലുള്ളൊരു കാലമാണ് 100 വർഷം. ഈ 100 വർഷത്തിൻ്റെ കണക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾ നോക്കിയാൽ വായിച്ചോട്ടെ 11-ാം അധ്യായം ജനസിസ് ചാപ്റ്റർ 1 വേഴ്സ് നമ്പർ 10. അപ്പം ശേമാണ് മൂത്ത മകൻ. ശേമിന് 100 വയസ്സായപ്പോൾ പിന്നീട് ഒന്ന് കൊടുത്തിട്ട് പറയുകയാണ്, അവൻ ഏതിനു മുൻപ് ഏതിന് പിൻപ്? ജലപ്രളയത്തിന് പിൻപ്. അപ്പോൾ ഈ ശേമിന് മക്കൾ ജനിക്കുന്നത് ഈ നോഹയുടെ 602ാമത്തെ വയസ്സില എന്ന് പറഞ്ഞാൽ 600ാമത്തെ വയസ്സിൽ ജലപ്രളയം ഉണ്ടായി, എല്ലാം നശിച്ചു. അപ്പോൾ ഈ ജലപ്രളയം കഴിഞ്ഞ് ഇവർ ഭൂമിയിൽ വന്ന് ലാൻഡ് ചെയ്തതിന് ശേഷം 2 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ശേമിന് ഒരു കുഞ്ഞ് ജനിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ ദൈവം ഈ നോഹയ്ക്കൊരു വെളിപ്പാട് കൊടുക്കുമ്പോൾ ഒന്ന് നോക്കിയാട്ട് അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 18-19 വാക്യം, 18ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. 6-ാമത്തെ അധ്യായം 6th chapter verse 8. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം 600ാമത്തെ നോഹയുടെ 600ാമത്തെ വയസ്സിൽ വെള്ളപ്പൊക്കം കൊണ്ടുവരുന്ന സമയം നോഹയുടെ മക്കളെന്ന് പറയുന്നത് വിവാഹപ്രായത്തിൽ നിൽക്കുക. നോഹയോട് ദൈവം പറയുന്നത്, നീയും നിൻ്റെ പുത്രന്മാരും നിൻ്റെ ഭാര്യയും നിൻ്റെ പുത്രന്മാരുടെ ഭാര്യമാരും. അപ്പോൾ ഇവരും ഓൾറെഡി എന്ത് ചെയ്തു? ഏതാണ്ടൊക്കെ വിവാഹം കഴിഞ്ഞ് നിൽക്കുന്ന പ്രായം. അങ്ങനെയെങ്കിൽ ഇവർ കൊച്ചു കുഞ്ഞുങ്ങളല്ല. ആ പ്രായത്തിലല്ല ദൈവം ഈ വെളിപ്പാട് കൊടുക്കുന്നത്. ഇവർ മച്ചുവറായി നിൽക്കുന്ന സമയത്താണ് ദൈവം ഈ വെളിപ്പാട് നോഹയ്ക്ക് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒന്ന് പിന്നോട്ട് നമ്മൾ നോക്കിയാൽ ഒന്ന് കാണാൻ സാധിക്കും, കാലങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ 5-ാം അധ്യായം ജനസിസ് ചാപ്റ്റർ 5 അതിൻ്റെ 15-ാമത്തെ വാക്യം 15th verse ഒന്ന് വായിച്ചാട്ട്. മഹലേലിന് 65 വയസ്സായപ്പോൾ, നമ്മൾ തിരുവചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ കാലങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പ്രായത്തിലേക്ക് നമ്മൾ കടന്നു വരാമെങ്കിൽ നമ്മൾ കാണുന്നത് ഏറ്റവും ലോവസ്റ്റ് ഏജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ 65ാമത്തെ വയസ്സിലാണ്. ഇതിന് താഴെ കുഞ്ഞുങ്ങൾ ജനിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. പിന്നീട് ജനിച്ചതൊക്കെ ഇതിന് മുകളിൽ വായിച്ചോട്ട് അതിൻ്റെ 21-ാമത്തെ വാക്യം വേഴ്സ് 21. നിങ്ങൾ മനസ്സിലാക്കണം, ഏകദേശം ആ പർട്ടിക്കുലർ കാലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കുഞ്ഞുങ്ങൾ ജനിക്കുന്ന പ്രായമെന്ന് പറയുന്നത് ഏതാണ്ട് 10, 60, 65 വയസ്സ് നിങ്ങൾ കൂട്ടിക്കൂ. ഈ ഒരു പ്രായത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നോഹയ്ക്ക് ദൈവം ഈ വെളിപ്പാട് കൊടുത്തിട്ട് ഈ വെളിപ്പാട് നിവർത്തിക്കുവാനായിട്ട് എത്ര കാലം വേണ്ടി വന്നു എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാനാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത്, നോഹയുടെ 500ാമത്തെ വയസ്സിൽ നോഹയ്ക്ക് ശേം ജനിച്ചു. 602ാമത്തെ വയസ്സിൽ ശേമിന് മക്കൾ ജനിച്ചു. ശേമിന് ഈ പെട്ടകത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ശേമിന് ഭാര്യയുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ദ റിമൈനിങ് കാലം നോഹയ്ക്ക് ദൈവം ഈ വെളിപ്പാട് കൊടുത്തിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യുവാൻ എടുത്ത കാലം എന്ന് പറയുന്നത് നമുക്കൊരു ഫിക്സഡ് ഇയേഴ്സ് പറയുവാൻ സാധിക്കത്തില്ല. എങ്കിലും നമുക്കൊന്ന് മനസ്സിലാക്കാം, ബിലോ 50 ഇയേഴ്സിൻ്റെ താഴെ ഈ സംഭവങ്ങളെല്ലാം നടന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കിയോ?
നോഹയ്ക്ക് ദൈവം മഴ പെയ്യുമെന്നുള്ള വെളിപ്പാട് കൊടുത്തു. അത് എന്നാ കൊടുത്തെന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ 500-ാമത്തെ വയസ്സിലാണ് ശേം ജനിച്ചത്. അതിനുശേഷം 602-ാമത്തെ വയസ്സ് വന്നപ്പോഴത്തേന് ഈ ശേമിന് മകൻ ജനിച്ചു. 600-ാമത്തെ വർഷത്തിൽ വെള്ളം പൊങ്ങി. എന്നാൽ ഈ പർട്ടിക്കുലർ കാലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നോഹയ്ക്ക് ലഭിച്ച വെളിപ്പാടും അതിനനുസരണമായിട്ട് നോഹ റിയാക്ട് ചെയ്യേണ്ട കാലം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയൊരു കാലമായിരുന്നു. എ ഷോർട്ട് സ്പാനർ കൊണ്ടാണ് ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നോഹയെ ഫലമേൽപ്പിച്ചത്. ഇത് പറയാൻ ഞാൻ ഇത് വിഷയം കൊണ്ടുവന്നേ. ഒരു ചെറിയ കാലയളവ് കൊണ്ട് ഒരു വലിയ ഉത്തരവാദിത്വം ദൈവം നോഹയെ ഫലമേൽപ്പിച്ചു. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ മോഡേൺ ആയിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല എങ്കിലും ഇത്രമാത്രം ഭയാനകമായിരിക്കുന്ന ഒരു പെട്ടകത്തെ പണിയുവാൻ തക്കവണ്ണം നോഹ എത്രമാത്രം ധൃതി വച്ചു എന്നുള്ളത് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ വെളിപ്പാട് നോഹയ്ക്ക് ലഭിച്ച സമയം മുതൽ ഒരു സമയം പോലും, എൻ്റെ കാഴ്ചപ്പാട് ഞാൻ പറയുക, ഒരു സമയം പോലും നോഹ മെനക്കെടുത്താതെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി നോഹ പ്രവർത്തിച്ചു എന്നുള്ളത് ഇവിടെ നമുക്ക് അണ്ടർസ്റ്റുഡാ. നിങ്ങൾ മനസ്സിലാക്കുന്നോ ഞാൻ പറഞ്ഞു വരുന്നത്? മനസ്സിലാക്കുന്നോ? അപ്പം ഞാൻ ഇത്രയും ഈ വർഷത്തിൻ്റെ കണക്കെടുത്തതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നടക്കേണ്ട ഒരു വലിയ വിഷയം. ഇവിടെ ദൈവം അത് നോഹയോട് കൽപ്പിച്ചു. നോഹയോട് ദൈവം അരുളി ചെയ്തു, ഞാൻ എന്ത് ചെയ്യുവാൻ പോകുന്ന ഒരു വെള്ളപ്പൊക്കം ഞാൻ വരുത്തുവാൻ പോകുകയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ആ പെട്ടകത്തിൻ്റെ അളവിന്നതായിരിക്കണം. പെട്ടകത്തിന് എന്തെങ്കിലും ഒരു കപ്പിത്താൻ ഉണ്ടോ, പെട്ടകത്തിന് ചുക്കാനുണ്ടോ എന്നൊന്നും ദൈവം അവിടെ പറഞ്ഞിട്ടില്ല. ദൈവം പറഞ്ഞ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നീ ഒരു പെട്ടകം ഉണ്ടാക്കണം. ഒരു പക്ഷെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ സൈലൻ്റായി എന്ന് ചിന്തിച്ചാൽ ഇതിൻ്റെ ചുക്കാൻ മറ്റാരുടെയും കയ്യിലല്ല, ഇത് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിലാണ്. ദൈവത്താൽ നയിക്കപ്പെട്ട ഒരു പെട്ടകമാണ് ഈ ഇവിടെ സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായിട്ടും. നിങ്ങൾക്കറിയാം, ഈ പെട്ടകത്തിന് മുകളിൽ ഒരു കൊച്ചു ജനലുണ്ട്, അതിന് താഴെ ഒരു വലിയ വാതിലുമുണ്ട്. ഇത് രണ്ടുമല്ലാതെ മറ്റൊന്നും ഇല്ല. അകത്ത് കിടക്കുവാനുള്ള എൻട്രൻസ്, പുറത്തോട്ടുള്ള ആ കൊച്ചു വാതിലെന്ന് പറയുന്ന ഒരു പറവയ്ക്ക് വെളിയിൽ പോകാൻ മാത്രമേ അതിന് അനുവാദമുള്ളൂ. എന്നാൽ വാതിൽ, പ്രധാനപ്പെട്ട വാതിൽ കൂടെ അകത്ത് കടക്കുവാൻ സാധിക്കും, പുറത്തു പോകാൻ സാധ്യമല്ല, ദൈവം അലവ് ചെയ്യുന്നത് വരെ. യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചതോടുകൂടെ ആ പെട്ടകം ഒരു മനുഷ്യൻ്റെ കരം കൊണ്ട് തുറന്ന് ആ വെളിയിലേക്ക് കടക്കുവാനായിട്ട് സാധ്യമല്ല. യഹോവയായ ദൈവം പെട്ടകത്തിൻ്റെ വാതിൽ അടച്ചപ്പോൾ മനുഷ്യന് ചെയ്യുവാൻ ദൈവം അലവ് ചെയ്തതുകൊണ്ട് ഈ പെട്ടകത്തിന് മുകളിലുള്ള കിളിവാതിൽ മാത്രമേ തുറക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം അനുവദിച്ചുള്ളൂ. ഇതാരാണ് ഇത് ചെയ്തത്? ഇതിനെ എങ്ങനെയാണിത് നിലനിർത്തിയത്? എവിടെയാണിത് കാറ്റുകൊണ്ട് പോയത്? ഇതൊന്നും നമുക്കറിയത്തില്ല. എങ്കിലും ഒരു കാര്യം നമുക്കറിയാം, ഈ പെട്ടകത്തിലെ ചുക്കാൻ പിടിച്ച് ഈ പെട്ടകത്തെ കൊണ്ട് അരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിച്ചത് മറ്റാരുമായിരുന്നില്ല, സ്വർഗ്ഗത്തിലെ ദൈവമായിരുന്നു. ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ ഈ പെട്ടകത്തിൻ്റെ പണിയിൽ പ്രവർത്തിക്കുമ്പോൾ ഈ നോഹയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാട് എന്തോ? നോഹയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പഠിപ്പിക്കും. നമ്മൾ തിരിച്ചു മടങ്ങി വന്നാട്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ഇന്ന് രാത്രി നിൽക്കുവാൻ ആഗ്രഹിക്കുന്നു. വായിച്ചിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ഹീബ്രൂസ് 11:7, എബ്രായ ലേഖനം 11:7 വാക്യം. ഇതിൻ്റെ ഓരോ വേർഡുകൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ പോയാൽ എത്രമാത്രം സമയങ്ങൾ ഇതിനകത്ത് വേണമെന്നുള്ളത് എനിക്കറിയത്തില്ല. കാരണം ഇതിനകത്ത് ഓരോ വേർഡും വളരെ വാല്യുബിളാണ്. ഇവിടെ നോഹയുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. നോഹയുടെ ജീവിതത്തെക്കുറിച്ച് അവിടെ തുടങ്ങിയത് ഇപ്രകാരമാണ്: വിശ്വാസത്താൽ നോഹ. നമ്മൾ ചിന്തിപ്പിക്കുവാൻ പോകുന്നത് ഒരു കാര്യമാണ്, ദ ഫെയ്ത്ത് ഓഫ് നോവ. നോട്ട് ചെയ്താട്ടെ, ദ ഫെയ്ത്ത് ഓഫ് നോവ. അതിൽ പ്രധാനമായിട്ട് ഞാനിത് 3 സെക്ഷനായിട്ട് ഞാൻ തിരിക്കുവാൻ പോകുകയാണ്. അതിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ദ ഗ്രൗണ്ട് ഓഫ് നോഹാസ് ഫെയ്ത്ത്. നോഹയുടെ വിശ്വാസത്തിൻ്റെ ഗ്രൗണ്ട് എന്തായിരുന്നു? നോഹയുടെ വിശ്വാസത്തിൻ്റെ ബേസ്. 2 ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ പോകുന്നത്, രണ്ടാമത്തെ എൻ്റെ പോർഷൻ, ദി ആക്ടിങ് ഓഫ് നോവാസ് ഫെയ്ത്ത്. നോഹ വിശ്വാസത്തെ എങ്ങനെ പ്രവർത്തിപ്പിച്ചു. മൂന്നാമത്, ദ റിവാർഡ്സ് ഓഫ് നോവാസ് ഫെയ്ത്ത്. നോഹയുടെ വിശ്വാസത്തിൻ്റെ പ്രതിഫലം. 3 കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഈ വിഷയം നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്, ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഒന്ന്, നമ്മൾ കണ്ടത് ദ ഗ്രൗണ്ട് ഓഫ് നോവാസ് ഫെയ്ത്ത്.
നോഹയുടെ വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന അടിസ്ഥാന കല്ല് എവിടെയാണ്, എന്താണ് അവിടെ ഉണ്ടായിരുന്നത്? നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം പറയുണ്ടായി, അതുവരെ ഭൂമിയിൽ മഞ്ഞ് പൊങ്ങി നിലം നനച്ചുകൊണ്ട് ഇരുന്നുവെങ്കിൽ മഴയെന്നുള്ളൊരു കൺസെപ്റ്റ് പോലും ആർക്കും ഇല്ലാതിരിക്കുന്ന ഒരു സമയത്താണ് സ്വർഗത്തിലെ ദൈവം വന്ന് നോഹയോട് പറയുന്നത്, നോഹേ, ഞാൻ ഈ ഭൂമിയിൽ വെള്ളപ്പൊക്കം വരുത്താൻ പോവാ, ഈ ഭൂമിയിൽ ഞാൻ മഴ പെയ്യ്ക്കുവാൻ പോകുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ നാളുകൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും വിഷയം നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കുവാനായിട്ട് സാധിക്കും ഒരു രീതി വരെ. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാര്യം പറഞ്ഞാൽ വിശ്വസിക്കുക എന്ന് പറയുന്ന അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തു ഇന്നും മധ്യാകാശത്ത് വരുമെന്ന് നമ്മൾ പറയുവാനുള്ള ഒരു കാരണമുണ്ട്. നമ്മുടെ അരുമനാഥനാകുന്ന യേശു ഓൾറെഡി സ്വർഗത്തിലേക്ക് പോയെന്നുള്ളത് ദൈവത്തിൻ്റെ വചനവും ചരിത്രവും നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഇന്ന് നമ്മൾ ഈ കൊച്ചു വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഇന്ന് ലോക മനുഷ്യനോട് ചോദിച്ചു കഴിഞ്ഞാൽ യേശുക്രിസ്തു വരുമോ അല്ലെങ്കിൽ യേശു എന്നുള്ളതോ അവൻ അറിയാതിരിക്കുന്ന ഒരു കാലയളവിൽ ഇപ്രകാരമുള്ള അറിയാത്തൊരു വിഷയത്തെക്കുറിച്ച്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ദൈവം നോഹയോട് കൽപ്പിക്കുവാൻ തുടങ്ങിയ നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നോഹയ്ക്ക് വേണ്ടത്, നോഹയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത് അന്ധമായിരിക്കുന്നൊരു വിശ്വാസം. കണ്ണുമടച്ച് ദൈവം എന്ത് കൽപ്പിച്ചുവോ അത് ഏറ്റെടുക്കുവാനുള്ള മനസ്സാണ് നോഹയ്ക്ക് ഉണ്ടായിരിക്കേണ്ടത്. നോഹയെ ദൈവം കണ്ടു. നോഹയെ ദൈവം കാണുവാനുള്ള കാരണം, നോഹ ഒരു പർട്ടിക്കുലർ സമയത്ത് ദൈവം നോഹയെ വേർതിരിച്ചത് കൊണ്ടല്ല ഇവിടെ സംഭവിച്ചത്. ആദിമ സമയം തൊട്ട് നോഹ ദൈവത്തിന് മുൻപാകെ നീതിമാനായിരുന്നു. ശ്രദ്ധിച്ചോണം, ഞാൻ ഈ പറയുന്ന ഓരോ വേർഡുകൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചില സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ നടക്കുമ്പോൾ ദൈവം നമ്മളെ വേർതിരിച്ച് മാറ്റും എന്നുള്ളത് നല്ല കാര്യമാണ്. എന്നാൽ ദൈവം നമ്മൾ കൂടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു ദൈവ പൈതലായിരിക്കുമ്പോൾ, ഞാൻ ദൈവ പൈതലായി ജീവിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസിനെ, ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഞാൻ സെൻസ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ലോകം മുഴുവൻ ദുഷ്ടതയിലായിരിക്കുമ്പോൾ ദൈവം നോക്കിയത് ഒരു നീതിമാനെ നോക്കി. ദൈവത്തോടുകൂടെ സമയം ചെലവഴിക്കുന്ന ഒരു ഭക്തൻ, ദൈവവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മനുഷ്യൻ ദൈവത്തിന് ഒരു കാര്യം മനസ്സിലാക്കി, ഇവൻ തന്നെയാണ് ദ റൈറ്റ് കാൻഡിഡേറ്റ് എൻ്റെ പദ്ധതി വെളിപ്പെടുത്തുവാൻ. ശ്രദ്ധിച്ചോണേ, ഈ തലമുറയിൽ ദൈവത്തിൻ്റെ സ്വരത്തിന് ഞാൻ സെൻസ് ചെയ്യുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ സ്വരത്തിന് നിങ്ങൾ സെൻസ് ചെയ്യുന്നുവെങ്കിൽ, യു ആർ ദ റൈറ്റ് കാൻഡിഡേറ്റ് to fulfill his purpose. ഈ തലമുറയിൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്നതാ, ദൈവം കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചപ്പാടതാ. ദൈവത്തിന് വേണ്ടത്, ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഈ ആലോചന വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെ സെൻസ് ചെയ്യുവാനുള്ള ഒരു ഒരുക്കം എൻ്റെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ ഒരുപക്ഷെ സാധാരണ ഒരു ക്രിസ്ത്യാനിയെ പോലെ നാം ജീവിച്ച് മരിച്ച് മാറ്റപ്പെടുമായിരിക്കാം. നമ്മുടെ ജീവിതം കൊണ്ട് ഭാവി തലമുറയ്ക്ക് വിശ്വാസത്തിൻ്റെ ഒരൊറ്റ സ്റ്റെപ്പ് പോലും കാണുവാൻ സാധിക്കത്തില്ല. ഈ ലോകത്തിൽ ചെയ്യുവാൻ കൊടുക്കുവാൻ സാധിക്കുന്നത് ഏറ്റവും വലുത് വരും തലമുറയ്ക്ക്. കഴിഞ്ഞ നാളുകളിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ വിശ്വാസത്തെ നിലനിൽക്കുവാൻ ഇടിയായിത്തീർന്നത് മറ്റൊന്ന് വരുന്ന തലമുറയ്ക്കൊന്ന് വെച്ചേച്ച് കൊടുക്കുവാൻ പോകുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലിയ സമ്പാദ്യം മറ്റൊന്നില്ല. നിങ്ങൾക്കറിയാം, ഒരു സാക്ഷ്യം കൊണ്ട് അനേക സാക്ഷ്യങ്ങൾ എഴുന്നേൽക്കുന്നു. എന്താ എഴുന്നേൽക്കുവാൻ കാരണം? ദൈവഭക്തന്മാരുടെ വിശ്വാസത്തെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ഭക്തി, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്നു. എന്താ അതിന് കാരണം? അന്നവർ മാതൃക വെച്ചു പോയത് ഇന്നെനിക്ക് വിശ്വാസം എനിക്കിന്ന് ബലമായി മാറ്റപ്പെട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, അവർ ഹാനോക്ക് ആയതുകൊണ്ടല്ല, അവർ ഏലിയാവ് ആയതുകൊണ്ടല്ല ഇന്ന് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാളെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടേച്ച് മാറ്റപ്പെടേണ്ട ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ നാളത്തെ തലമുറ പറയണം, ഇന്ന വ്യക്തിയുടെ വിശ്വാസം അതാണ് ഇന്ന വ്യക്തി ഇത്രമാത്രം ദൈവത്തിൻ്റെ കൃപ അനുഭവിക്കുവാൻ കാരണം. അങ്ങനെയൊന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ അതിനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. എന്താ ഇവിടുത്തെ വിഷയം? നോഹയുടെ ജീവിതത്തിൽ നോഹ അതുവരെ കാണാതിരുന്നൊരു കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായി. ദൈവം അങ്ങോട്ട് അരുളി ചെയ്തു. നോഹയോട് ദൈവം കൽപ്പിച്ചു, നോഹയെ ഞാൻ മഴ പെയ്യ്ക്കുവാൻ പോകുകയെ. ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷേ നോഹയ്ക്ക് ഒരു കാര്യമുണ്ടായിരുന്നു. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് അരുളപ്പാടുണ്ടായപ്പോൾ ആ അരുളപ്പാട് നോഹ വിശ്വസിച്ചു എന്നുള്ളതാ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഞാൻ ആദ്യം പറയുവാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് ദ ഗ്രൗണ്ട് ഓഫ് നോവാസ് ഫെയ്ത്ത്. അതിൻ്റെ ഒന്നാമത്തെ പോർഷൻ, ഹി ഒബെയ്ഡ് ദ വാർണിംഗ് ഓഫ് ഗാഡ്.
ദൈവത്തിൻ്റെ മുന്നറിയിപ്പിനെ അവൻ അനുസരിച്ചു. ഇവിടെ അരുളപ്പാട് എന്നുള്ള വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു വാക്യം നിങ്ങൾ വായിച്ചാട്ട് അതിന് ആധാരമായിട്ട് ഹീബ്രൂസ് ചാപ്റ്റർ 8 വേഴ്സ് 5, എബ്രായർ 8:5. അവനോട് അരുളി ചെയ്തു, ദ ഓറക്കിൾ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ അരുളപ്പാട് മോശയ്ക്ക് ലഭിച്ചു. അതേ വേർഡാണ് ഇവിടെ കോട്ട് ചെയ്തേക്കുന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാട് നോഹയ്ക്ക് ലഭിച്ചു. എന്താ ദൈവം നോഹയോട് അരുളി ചെയ്തത്? എന്താ നോഹയോട് കൽപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്? ഞാൻ ഈ ഭൂമിയിൽ വെള്ളം മഴ പെയ്ക്കുവാൻ പോകുന്നു. അപ്പോൾ നോഹയുടെ ഗ്രൗണ്ട്, ഫെയ്ത്തിൻ്റെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഓറക്കിൾ, ദൈവത്തിൻ്റെ അരുളപ്പാട്. നോട്ട് ചെയ്താട്ട്, ഗാഡ്സ് ഓറക്കിൾ, ദൈവത്തിൻ്റെ അരുളപ്പാട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു വിഷയമാണ് ദൈവം കൽപ്പിച്ചത്. ഇതുവരെ ഭൂമിയിൽ സംഭവിച്ചിട്ടില്ല എങ്കിലും ദൈവം കൽപ്പിച്ചപ്പോൾ നോഹയെ ഒരു കാര്യം മനസ്സിലാക്കി, ഇത് സംഭവിക്കാൻ പോകുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുണ്ടായി ചുരുങ്ങിയ ചില വർഷത്തിനുള്ളിൽ നടക്കേണ്ട വിഷയങ്ങളെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അതിനനുസരണമായിട്ട് ഈ നോഹ റിയാക്ട് ചെയ്തു എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഞാൻ അടുത്ത പോയിന്റ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായി, ഇതുവരെ സംഭവിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഒന്ന് സംഭവിക്കും എന്ന് ദൈവം അരുളി ചെയ്തപ്പോൾ ഈ അരുളപ്പാടായിരുന്നു നോഹയുടെ വിശ്വാസത്തിൻ്റെ ഗ്രൗണ്ടായിരുന്നത്. നോഹ വിശ്വസിച്ച ദൈവത്തിൻ്റെ അരുളപ്പാടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിക്കുകയുണ്ടായി, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ എന്തുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനമാകുന്ന നല്ല വിത്ത് നിലത്ത് വീണ് അതെന്ത് ചെയ്യണം? അത് വളരണം. നല്ല നിലത്ത് വീണ വിത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വചനം വീണുമെന്നുള്ളത് മാത്രമല്ല, അത് കിളുക്കുവാനായിട്ട് കാരണമായി തീർന്നു. അപ്പോൾ ഇവിടെ എന്താണ് വചനം കിളുക്കുക എന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്ക് ലഭിച്ചുവെങ്കിൽ ആ ലഭിച്ച അരുളപ്പാടിനനുസരണമായി ചില മാറ്റങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. ഇതാണ് രണ്ടാമത്തെ പോർഷൻ ഞാൻ പറയുവാൻ പോകുന്നത്, ദി ആക്ഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിന് താരിക്കുന്ന പ്രവർത്തനങ്ങൾ. അത് രണ്ട് രീതിയിലാണ് നോഹയെ ബാധിക്കുവാൻ ഇടയായിത്തീർന്നത്. ഒന്നാമത്, നോഹയുടെ ജീവിതത്തിൽ പ്രേരണ ചെലുത്തിയത് ഏത് വ്യക്തിയുടെ ജീവിതത്തിലും അത് വിശ്വാസമായി പരിണമിക്കുമ്പോൾ ആദ്യമായിട്ട് പ്രേരണ ചെലുത്തുന്നത് ഇൻ അവർ ഓൺ മൈൻഡ്. നോട്ട് ചെയ്താട്ട്, അപ്പോൺ ഹിസ് മൈൻഡ്. ഈ വിശ്വാസത്തിന് താഴെ പ്രത്യേകത, ഈ ദൈവത്തിൻ്റെ അരുളപ്പാട് സംഭവിക്കും എന്നുള്ള വിഷയത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിനനുസരണമായിട്ടൊരു ആക്ഷൻ നോഹയുടെ ജീവിതത്തിൽ കൂടെ കടന്നു വന്നതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതായിരുന്നു, അത് നോഹയുടെ ഉള്ളിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി, അപ്പോൺ ഹിസ് മൈൻഡ്. രണ്ടാമതായിട്ട് ഹിസ് പ്രാക്ടീസ്, തൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ ചില മാറ്റങ്ങൾ വരുത്തി. The first one, upon his mind. നോട്ട് ചെയ്താൽ സബ് ഹെഡിങ് ആയിട്ട്, upon his mind. See, ഈ ഭാഗം വീണ്ടും ഒരിക്കൽ കൂടെ 11:7 വായിച്ചാട്ടോ. ശ്രദ്ധിക്കുക, വേർഡ് ഭയഭക്തി പൂണ്ട്. ഈ ഒരു വേർഡ് ചില മിനിറ്റുകൾ നിന്ന് സംസാരിച്ചാലും അത് വളരെ വാല്യബിളാണ്. ഇന്ന് ദൈവസഭയിൽ ഇല്ലാതിരിക്കുന്നൊരു വേർഡാണിത്, ഭയഭക്തി പൂണ്ട്. അപ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? തൻ്റെ മനസ്സിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് നോഹയ്ക്ക് ലഭിച്ചപ്പോൾ തൻ്റെ മൈൻഡിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തി. എന്ത് മാറ്റമാ തൻ്റെ മനസ്സിൽ വരുത്തിയത്? ഒരു ഭയം തൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് താൻ കേട്ടപ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് തനിക്ക് ലഭിച്ചപ്പോൾ ഉള്ളിലേക്കൊരു ഭയം. എന്ത് ഭയമാണ് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം. ദൈവം അരുളി ചെയ്തത് ഞാൻ മഴ പെയ്ക്കുവാൻ പോകുന്നു എന്നുള്ള വാർത്തയല്ല. ദൈവം അരുളി ചെയ്തത് ഈ മഴയോടുകൂടെ ഒരു വെള്ളപ്പൊക്കമുണ്ടാകും, ഭൂമിയെ പൂർണ്ണമായി ഞാൻ നശിപ്പിക്കുവാൻ പോകുകയാണ്. ദൈവം ഈ ഭൂമിയെ നശിപ്പിക്കുവാൻ പോകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ വേർഡാണ് നോഹയുടെ ജീവിതത്തിലേക്ക് ഒരു ഭയത്തെ കൊണ്ടുവന്നത്. ഈ ഭയമെന്ന് പറയുന്നത് ഒരു സാധാരണപ്പെട്ട ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു ഭയമല്ല. പിന്നെയോ ആ ഭയത്തിന് വേറെ പേര് കൊടുത്തിട്ടുണ്ട്, ഭയഭക്തി പൂണ്ട്. ഇറ്റ്സ് എ ഫിയർ, ഹോളി ഫിയർ.
ഇതൊരു ഭക്തിയോടുകൂടിയുള്ള ഭയമാണോ? ഇതൊരു ഭക്തിയുള്ള ഭയമാണ്. ഈ ഭയത്തിന് അകത്ത് ഒരു ഭക്തിയുണ്ട്. ഈ ഭയത്തിനകത്ത് ഒരു ഭക്തി. എന്താ ഈ ഭയത്തിനകത്തുള്ള ഭക്തി എന്ന് പറയുന്നത്? ഈ ഭയത്തിനകത്തുള്ള ഭക്തിയാണ് നോഹയെ കൊണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ പ്രവർത്തിക്കുവാൻ കാരണമായിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, നോർമലി രണ്ട് രീതിയിലാണ് ഈ ഹോളി ഫിയർ പ്രവർത്തിക്കുന്നത്. രണ്ട് രീതിയിൽ ഈ ഭയഭക്തി പ്രവർത്തിക്കുന്നു. എല്ലാ ദൈവമക്കളുടെ ജീവിതത്തിലും ഉണ്ടാകേണ്ടത് ഒരാവശ്യമാണ്. പലപ്പോഴും അത് പോസിറ്റീവായിട്ടുള്ള അവസ്ഥകളാകുന്നുവെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു സ്നേഹവും അതോടൊപ്പം അതിനെക്കുറിച്ചൊരാഗ്രഹവും കൊണ്ടുവരുന്നു. എന്നാൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ഭയത്തെയാണ് കൊണ്ടുവരുന്നത്. ഈ ഭയം എന്ന് പറയുന്നത് ദൈവത്തെ പേടിക്കുന്നുവെന്നുള്ളതല്ല, പിന്നെയോ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഒരു ആഗ്രഹത്തെയാണ് മുൻപിൽ കൊണ്ടുവരുന്നത്. ഇതെവിടെ സംഭവിച്ചു? ഓൾറെഡി ഇത് രണ്ടും ഉള്ളിൽ സംഭവിച്ചു. നിങ്ങൾക്കറിയാം, ഈ ഭയം ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇത്രയും നഷ്ടങ്ങൾ കടന്നു വന്നുവെങ്കിലും ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവത്തോടുള്ള ബന്ധം മുറുകെ പിടിക്കുവാനുള്ള കാരണം അവൻ്റെ ഫിയർ ഓഫ് ദ ലോർഡാണ്. ദൈവത്തോടുള്ളവൻ്റെ ഭക്തി, ദൈവത്തോടുള്ളവൻ്റെ ഭയമാണ് ദൈവത്തെ മുറുകെ പിടിക്കുവാൻ കാരണമായിരിക്കും. ശ്രദ്ധിച്ചോണേ, എന്തെല്ലാം നഷ്ടമായാലും ആ നഷ്ടത്തിന് വിലയില്ലാതാകണമെങ്കിൽ ദൈവത്തോടുള്ള ഭയം എന്നിൽ വർദ്ധിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ദൈവത്തോട് എത്രമാത്രമേ എൻ്റെ ഉള്ളിൽ ദൈവത്തോട് എനിക്ക് ഭയമുണ്ട്, ബഹുമാനം. ഭയമെന്ന് പറയുമ്പോൾ അത് ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ബഹുമാനം. എത്രത്തോളം ഞാനത് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചായിരിക്കും എൻ്റെ ജീവിതത്തിലെ മാറ്റം. യോസഫ് ഓടുവാനുള്ള കാരണമുണ്ട്. പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഓടുവാനുള്ള കാരണം ദൈവത്തോടുള്ള ഭയം കാരണം. ഒരു സാധാരണ മനുഷ്യനായിരുന്നുവെങ്കിൽ ഇത് ചെയ്യുന്നതിനകത്ത് കുഴപ്പമില്ല. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവത്തോടുള്ള മനോബോധം നിമിത്തം. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിനോട് അബീമേലെക്ക് പറയുന്നുണ്ട്, നീ ഇത് മുഴുവൻ നീ എടുത്തോ, എനിക്ക് നീ ആ ജനത്തെ വിട്ടു തന്നാൽ മതി. ദൈവത്തോടുള്ള ഭക്തി കൊണ്ട് അബ്രഹാം ഒരു കാര്യം പറഞ്ഞു, ഇതിൽ നിന്ന് ഒരു ചെരുപ്പാകട്ടെ, ഒരു ചെരുപ്പ് ആകട്ടെ ഞാൻ എടുക്കത്തില്ല. കാരണം എന്നെ നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പറയരുത്. എന്താ ഇത് ഡിനായ് ചെയ്യുവാനുള്ള കാരണം? ഇത് ഡിനായ് ചെയ്യുവാനുള്ള കാരണം ദൈവത്തോടുള്ള ഭക്തി മുഖാന്തരമായിട്ട്. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ മക്കൾ കൂടെ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണോ ഇത്? വായിച്ചാട്ടെ, പെട്ടെന്ന് വായിച്ചാട്ടെ. 1 പത്രോസ് ലേഖനത്തിലേക്ക് ഒന്ന് കടന്നു വന്നാൽ ഫസ്റ്റ് പീറ്റർ chapter 2 verse number 19. Underline that portion. 1 Peter chapter 2 verse 19. ശ്രദ്ധിക്കുക ഈ വേർഡ്. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം, ദൈവത്തെക്കുറിച്ചുള്ള ബോധം നിമിത്തം, ഞാനൊരു ദൈവ പൈതലാണെന്നുള്ള ചിന്ത നിമിത്തം, എനിക്ക് ന്യായമായി കിട്ടേണ്ടതാണ്, എന്നാൽ ഞാൻ ദൈവത്തെ ഭയക്കുന്നത് പറഞ്ഞുകൊണ്ട് വേണ്ട എന്ന് വെച്ചാൽ അത് സ്വർഗത്തിലെ ദൈവത്തിന് മുൻപിൽ അത് പ്രസാദമാണ്. ഈ ഒരവസ്ഥയിലേക്ക് ദൈവമക്കൾ വരാതെ അവർക്ക് ദൈവത്തിൻ്റെ റിച്ച്നെസ് എന്തെന്നുള്ളത് അനുഭവിക്കുവാൻ സാധ്യമല്ല. ഞാനും നിങ്ങളുമൊക്കെ പലപ്പോഴും ലോകത്തിൽ ജീവിക്കുന്നുവെന്ന് പറയുന്നത് നമുക്കൊക്കെ ഉള്ളതിന് അനുസരണമായിട്ട് നമ്മൾ മുൻപോട്ട് കടന്നു പോകുകയാണ്. ഒരു ത്യാഗം പലപ്പോഴും ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒരു ലിമിറ്റ് വരെ നമുക്ക് ചെയ്തെന്നിരിക്കുക. എന്നാൽ ഒന്ന് മനസ്സിലാക്കണം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം തൻ്റെ മക്കളെ അനുഗ്രഹിച്ചുള്ള സമയങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അവർ അന്യായമായി കഷ്ടം സഹിപ്പാൻ ഇടിയായി തീർന്നതാ കാരണമായിരിക്കുന്നത്. അന്യായമായിട്ട്. ന്യായമായിട്ടാണെങ്കിൽ എനിക്ക് ഉത്തരം കൊടുക്കുവാൻ സാധിക്കും, എനിക്കതിന് കണക്ക് പറയുവാൻ സാധിക്കും. എന്നാൽ എന്തുകൊണ്ട് ഞാൻ പറയുന്നില്ല? എൻ്റെ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം, ഒരു ദൈവ പൈതൽ എന്നുള്ള അവസ്ഥയിൽ നിന്നുകൊണ്ട് ഇത് ഞാൻ സഹിപ്പാൻ ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നുള്ള ബോധ്യം നിമിത്തം ഞാനത് സഹിക്കുവാനായിട്ട് കീഴ്പ്പെട്ട് കൊടുക്കുമ്പോൾ, ഞാനത് മിണ്ടാതിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുമ്പോൾ, എന്തും സംഭവിച്ചു കൊള്ളട്ടെ എന്ന് പറയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കരങ്ങൾ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എത്ര പേരുടെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. പലപ്പോഴും മറ്റുള്ള ദൂഷണം പറയുമ്പോൾ, മറ്റുള്ള ദൂഷിക്കുമ്പോൾ, നിന്ദകൾ അപമാനം ഏൽക്കേണ്ടി വരുമ്പോൾ, ഒരു പക്ഷെങ്കിൽ തിരിച്ചു പറയുവാൻ പറ്റുന്ന സ്ഥാനത്ത് മിണ്ടാതിരിക്കേണ്ട ചില സാഹചര്യങ്ങളിലേക്ക് ദൈവം കൊണ്ടുപോകും. അതിൻ്റെ കാരണം മറ്റൊന്നും ആകത്തില്ല, നിന്നെ അടുത്ത ലെവലിലേക്ക് ദൈവത്തിന് ഉയർത്തുവാൻ മനസ്സുണ്ട്.
ദൈവം അതാ കാണുവാൻ ആഗ്രഹിക്കുന്നത്. കാണുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന ഒരു മതമല്ല ദൈവത്തിൻ്റെ പിന്നാലെ നടക്കുക എന്ന് പറയുന്നത്. കാണുന്നതിനനുസരിച്ച് റിയാക്ട് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ദൈവം എന്നെക്കുറിച്ച് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അന്യായമായി ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം എൻ്റെ ദൈവത്തിൻ്റെ പൈതലായതുകൊണ്ട് ഞാനിത് വിട്ടുകളയുക, ഞാനിത് സഹിക്കുവാൻ ആഗ്രഹിക്കുക. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നഷ്ടപ്പെടുവാനുള്ളത് നഷ്ടപ്പെടുത്തുവാൻ മനസ്സ് വരട്ടെ. എന്തു വരുമെന്നറിയാമോ? ദൈവം അബ്രഹാമിനോട് പറഞ്ഞതുപോലെ, അബ്രഹാമേ, ഇന്നു മുതൽ ഞാനായിരിക്കും നിന്റെ മഹാപ്രതിഫലം. അവിടെ വരെ അബിമേലെക്കിന് ചില പ്രതിഫലവുമായി നിൽക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായി വേണ്ടെന്ന് വെക്കേണ്ടി വന്നപ്പോൾ അവിടെയാണ് ദൈവം മഹാപ്രതിഫലമായി തീർന്നത്. ഞാൻ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ദൈവ പൈതൽ ഈ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരാതെ സ്വർഗീയമായിരിക്കുന്ന അനുഭവത്തിൻ്റെ മാധുര്യം എന്തെന്നുള്ളത് അനുഭവിക്കുവാൻ സാധ്യമല്ല. നമുക്ക് പ്രസംഗിക്കുവാൻ സാധിക്കും, നമുക്ക് പറയുവാൻ സാധിക്കും, നമുക്ക് പലതും നമുക്ക് ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ആത്മീയമായിരിക്കുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് അനുഭവിച്ചറിയണമെങ്കിൽ ഈ അവസ്ഥയിൽ കൂടെ നമ്മൾ കടന്നുപോയെങ്കിലേ സാധ്യമാകത്തുള്ളൂ. ജീവിതത്തിൻ്റെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ സന്ദർഭം കടന്നു വരും. എന്നാൽ അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ ആ വേർഡിൽ നിന്നുകൂടി ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മൾ എവിടെയായിക്കൊള്ളട്ടെ, നമ്മൾ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ കൂടെ ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ദൈവപൈതലായി വെളിപ്പെടുക. എന്ത് നഷ്ടപ്പെട്ട് വന്നാലും ദൈവത്തിന് വേണ്ടി നഷ്ടപ്പെടുത്തുവാനുള്ള ഒരു ഒരുക്കമുണ്ടെങ്കിൽ ഞാൻ ഓർപ്പിക്കട്ടെ, അതൊരിക്കലും നഷ്ടമാകത്തില്ല. നിങ്ങൾക്കറിയാം, ദൈവം ഹന്ന തനിക്കൊരു കുഞ്ഞിനെ ജനിച്ചപ്പോൾ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കുവാൻ ഏൽപ്പിച്ചതുകൊണ്ട് ഹന്നായിക്ക് നഷ്ടമായില്ല. ഹന്നായിക്ക് ദൈവം സമർത്ഥമായിട്ട് കൊടുത്തു. എവിടെയെല്ലാം നമ്മൾ പഠിക്കുന്നുവോ, ഏതെല്ലാം മണ്ഡലങ്ങൾ നമ്മൾ നോക്കുന്നുവോ, എന്തെല്ലാം ദൈവത്തിന് വേണ്ടി നഷ്ടമാക്കുവാൻ ആഗ്രഹിച്ചുവോ അവിടെ ഒന്നും നഷ്ടമായില്ല. ദാവീദ് ദൈവത്തിന് ആലയം പണിയുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ദൈവം തിരിച്ച് ദാവീദിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ആലയം പണിയണ്ട, എന്നാൽ ഞാൻ നിനക്ക് എന്നേക്കും ഒരു ഗ്രഹം പണിയുക. ദൈവത്തിന് വേണ്ടി എന്ത് നാം കൊടുക്കുന്നുവോ, ദൈവത്തിന് വേണ്ടി എന്ത് ഞാൻ വിട്ടുകൊടുക്കുന്നുവോ, അതായിരിക്കും ദൈവം 10 മടങ്ങായിട്ട് തരുന്നത്. ദൈവത്തിന് വേണ്ടി ഞാൻ അല്പം ഉറക്കം കളഞ്ഞാൽ ദൈവം എൻ്റെ ബാക്കിയുള്ള സമയത്തെ ഉറക്കത്തെ വളരെ സുഖകരമാക്കും. ദൈവമക്കൾ മനസ്സിലാക്കണം, ദൈവത്തിന് വേണ്ടി ചിലത് വിട്ടുകൊടാ. ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ, ദൈവത്തിൻ്റെ മഹത്വം ഇവിടെ കാണുവാൻ അൺടിൽ ആൻഡ് അൺലെസ് എനിക്കും നിങ്ങൾക്കും അത് അനുഭവിക്കുവാൻ സാധ്യമല്ല. ഒരു സ്വാഭാവിക ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ സാധിക്കും, ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷേ അതിൻ്റെ അർത്ഥമല്ല ദൈവം വെച്ചിരിക്കുന്ന ആത്മീയ നന്മകൾ ഞാൻ അനുഭവിക്കുന്നുവെന്നുള്ളത്. ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ അടുത്ത ലെവലിലേക്ക് ഞാൻ ഉയരാത്തിടത്തോളം കാലം സ്വർഗീയമായിരിക്കുന്ന മണ്ഡലം എന്തെന്നുള്ളത്, ആത്മീയ മണ്ഡലം എന്തെന്നുള്ളത് എനിക്ക് അനുഭവിക്കുവാൻ സാധ്യമല്ല. പക്ഷേ അതിലേക്ക് ഞാനൊന്ന് കടന്നു ചെല്ലുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഹൗ ഗ്രേറ്റ് ദൗ ആർട്ട്. എന്താ ഇവിടുത്തെ വിഷയം വരുന്നത്? ഈ ഹോളി ഫിയർ, ഭയഭക്തി. എന്ത് സംഭവിച്ചു നോഹയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ഭയഭക്തിയാണ് ഇന്ന് വരെ കണ്ടിട്ട് ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ഭക്തി, അത് മുഖാന്തരമായിട്ട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് ദൈവം കൽപ്പിച്ചപ്പോൾ കണ്ണുമടച്ച് നോഹ അങ്ങോട്ട് പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഞാൻ പറയുകയുണ്ടായി, ചുരുങ്ങിയ ചില സമയത്തിനുള്ളിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. പ്രവർത്തനം വളരെ ആക്റ്റീവായിട്ട് നടക്കേണ്ടത്. നോഹയ്ക്ക് ഒരു നിമിഷം പോലും വിശ്രമിക്കുവാനില്ല. നോഹയുടെ ജീവിതത്തിൽ തൻ്റെ മനസ്സിലാ വലിയ മാറ്റങ്ങളെ വരുത്തി. നിങ്ങൾക്കറിയാം, വേദപുസ്തകം പഠിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഹോളി ഫിയറിൽ കൂടെ നമ്മൾ കാണുവാൻ സാധിക്കും. പോട്ടെ, ഞാൻ മുൻപോട്ട് കടന്നു പോട്ടെ. എന്താ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ദൈവം ആഗ്രഹിക്കുന്നത്? ആ ഹോളി ഫിയർ. വാക്യം നിങ്ങൾ നോട്ട് ചെയ്യുക, ആക്ട്സ് 9:31. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇവിടെ ആ ഭയത്തിൻ്റെ ആവശ്യം, ഹോളി ഫിയറിൻ്റെ ആവശ്യം. രണ്ടാമത്തെ പോർഷൻ, എന്ത് പറ്റി? തൻ്റെ ഉള്ളിൽ കടന്നു വന്ന ഫെയ്ത്ത്, തൻ്റെ ഉള്ളിൽ കടന്നു വന്നത് തന്നെ ചില പ്രാക്ടീസിലേക്ക് നടത്തി. രണ്ടാമത്തെ പോയിന്റ്, ഫെയ്ത്ത് ഇൻഫ്ലുവൻസ്ഡ് ഹിസ് പ്രാക്ടീസസ്. എന്താണ് തൻ്റെ ജീവിതത്തിൽ വരുത്തിയത്? അതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ഹിസ് ഫെയ്ത്ത് മൂവ്ഡ് ഹിം ടു പ്രിപ്പയർ ആൻ ആർക്ക്. ഹിസ് ഫെയ്ത്ത് മൂവ്ഡ് ഹിം ടു പ്രിപ്പയർ ആൻ ആർക്ക്. ഒരു പെട്ടകം പണിയത്തക്കവണ്ണം നോഹെ ആ ഫെയ്ത്ത് ഒരുക്കി. നോഹയുള്ള വിശ്വാസമാണ് പെട്ടകം. ഞാൻ ആദ്യം പറയുണ്ടായി, ചുരുങ്ങിയ ചില സമയം കൊണ്ട് തീരേണ്ട ഒരു ജോലിയാണ് ദൈവം നോഹയെ ഫലമേൽപ്പിച്ചത്.
നാളുകൾ കൊണ്ട് പ്ലാൻ ചെയ്ത് നാളുകൾ കൊണ്ട് ഇത് ചെയ്തു തീർക്കുവാനായി സാധ്യമല്ല. ഒരു വലിയ ഉത്തരവാദിത്തം ദൈവം നോഹയുടെ കരങ്ങൾ കൊടുത്തപ്പോൾ ഈ വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ളായിരിക്കുന്ന ഒരു വലിയ ബോധ്യം തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ഹോളി ഫെയ്ത്ത്, ആ ഫിയർ ഓഫ് ഗാഡ്, അതിൽ കൂടെയുള്ള ഫെയ്ത്ത് തൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആദ്യം സംഭവിച്ചത് അന്ന് വരെ ഉണ്ടായിരുന്ന ചില പ്രാക്ടീസുകളൊക്കെ മാറി. അതിന് മുമ്പ് തൊട്ട് എൻ്റെ കാഴ്ചപ്പാടുകൾ ഞാൻ പറയുക, രാവിലെ എഴുന്നേറ്റ് ഒരു ചായ കിട്ടാതെ മൂപ്പലാൻ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ വിഷയം അതല്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ ഓടും പറമ്പിലോട്ട്. എന്താണെന്നറിയാമോ? അവിടെ ഒരു പെട്ടകം പടി നടക്കുക. തൻ്റെ കാഴ്ചപ്പാടുകൾ കംപ്ലീറ്റ്ലി മാറ്റി. ദൈവം ഒരു വിഷൻ കൊടുത്തപ്പോൾ, ദൈവം ഒരു ഫെയ്ത്ത് തൻ്റെ ഉള്ളിൽ കൊടുത്തപ്പോൾ, ദൈവം ഒരു തൻ്റെ മനസ്സിലൊരു മാറ്റം കൊടുത്തപ്പോൾ അതിനനുസരണമായി തൻ്റെ പ്രാക്ടീസിനെ മാറ്റി. തൻ്റെ ഇതിനു മുമ്പ് വരെയുള്ള തൻ്റെ കാഴ്ചപ്പാട് ഇതായിരുന്നില്ല. ഇതിനു മുമ്പ് വരെ തനിക്ക് യാതൊന്നും അറിയത്തില്ല. എന്നാൽ തനിക്ക് ദൈവത്തിൻ്റെ ഒരു അരുളപ്പാട് കിട്ടിയ സമയം മുതൽ തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലൊരു മാറ്റമുണ്ടായി. തൻ്റെ പ്രവൃത്തിക്കൊരു മാറ്റമുണ്ടായി. തൻ്റെ മുൻപിലൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആ ദർശനം ജീവിതത്തിൽ കടന്നു വന്നിട്ട് ആ ദർശനത്തിനൊരു പ്രയോറിറ്റി കൊടുക്കുന്നില്ല എങ്കിൽ ആ ദർശനം ഇന്ന് വരെ ഒരു ദർശനമായി തീർന്നിട്ടില്ല. ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഞാൻ പറഞ്ഞ വേർഡ് മനസ്സിലായോ? ഈ സംഭവം ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നതിന് മുമ്പ് വരെ നോഹയ്ക്ക് പല പ്രയോറിറ്റി ഉണ്ട്. പക്ഷേ ഈ സംഭവം നടന്നു കഴിഞ്ഞപ്പോൾ നോഹയുടെ പ്രയോറിറ്റി ചേഞ്ച്ഡ്. എന്താ ചേഞ്ച് ചെയ്തത്? തൻ്റെ ഉള്ളിൽ ആ പരിവർത്തനം വന്നു. ആ ഫെയ്ത്ത് ഒരു പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരിക. നമ്മുടേതായിരിക്കുന്ന പുറമേയുള്ള പ്രവൃത്തി കണ്ടാൽ അറിയാം ഉള്ളിൽ വന്ന പരിവർത്തനം എന്തുണ്ടെന്നുള്ളത്. ഞാൻ പറഞ്ഞ് മനസ്സിലായോ? പുറത്ത് ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. എത്രമാത്രം സീരിയസ്നെസ് ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കുന്നുവെന്നുള്ളത്, ആ സീരിയസ്നെസ് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രവൃത്തി അത് വെളിപ്പെടുത്തും. ശ്രദ്ധിക്കുക നിങ്ങൾ. നമുക്ക് ദൈവമക്കളെന്ന് നമുക്ക് പറയുവാൻ സാധിക്കും, അഭിമാനിക്കുവാൻ സാധിക്കും. അതല്ല ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദൈവം എന്നിൽ കൂടെ കാണുവാൻ ആഗ്രഹിക്കുന്നത്, ദൈവം എൻ്റെ ഉള്ളിൽ ആ ഫെയ്ത്ത് തന്നിരിക്കുമ്പോൾ, ദൈവം എൻ്റെ ഉള്ളിൽ ആ ദർശനം തന്നിരിക്കുമ്പോൾ, ദൈവം എൻ്റെ ഉള്ളിൽ ആ ഉത്തരവാദിത്തം തന്നപ്പോൾ നോഹയ്ക്ക് ദൈവം ഒരു കാര്യം നോഹയോട് പറഞ്ഞു, നോഹേ, ഈ ഭൂമിയെ ഞാൻ പൂർണ്ണമായി നശിപ്പിക്കുവാൻ പോകുന്നു, അതുകൊണ്ട് നീ ഒരു പെട്ടകം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ സമയം മുതൽ നോഹയുടെ കാഴ്ചപ്പാട് മുഴുവൻ പെട്ടകത്തിന് പിന്നിലായി. ബാക്കിയെല്ലാം ചപ്പന്ന് ചവറന്നെണ്ണി. അതുകൊണ്ട് വീട്ടുകാരെ നോക്കിയില്ലെന്നല്ല, തൻ്റെ മക്കളെ നോക്കിയില്ലെന്നല്ല, ഇതൊക്കെ സെക്കൻഡറി ആയിരുന്നു. തൻ്റെ പ്രായം ദൈവിക പർപ്പസ്. നിങ്ങൾ മനസ്സിലാക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത്? ജീവിതത്തിൻ്റെ ഉദ്ദേശം, ജീവിതത്തിൻ്റെ എയിം, ജീവിതത്തിൻ്റെ ആഗ്രഹം, അതിന് ഒരു പ്രയോറിറ്റി ജീവിതത്തിൽ വന്നു. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, ദൈവത്തിൻ്റെ വിഷയത്തിലൊരു പ്രയോറിറ്റി ഇൻ ലൈഫിൽ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതുവരെ മാനസാന്തരപ്പെട്ടിട്ടില്ലെന്നാണ്. സ്നാനപ്പെട്ടവരായിരിക്കാം, വേർപെട്ട സഭയെ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കാം, ഇതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ദൈവത്തിൻ്റെ വിഷയത്തിന് വേണ്ടി മാറ്റി വെച്ചിട്ടില്ല എങ്കിൽ, എൻ്റെ ജീവിതത്തിൻ്റെ പ്രയോറിറ്റി ഇന്നും ഭൗതിക വിഷയമാകുന്നുവെങ്കിൽ മനസ്സിലായിക്കോണേ, വേണ്ടതായിരിക്കുന്ന മാറ്റങ്ങൾ ഇന്ന് വരെ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടോ ഇന്ന് വരെ ഞാൻ പ്രാപിച്ചിട്ടില്ല. മക്കളെ നോക്കരുതെന്നല്ല, കുടുംബത്തെ പോറ്റരുതെന്നല്ല, ജോലിക്ക് പോകരുതെന്നല്ല, പക്ഷെങ്കിൽ ദൈവിക വിഷയത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം കൊടുക്കാതെ ഭൗതിക വിഷയത്തിന് പിന്നിലാ നടക്കുന്നുവെങ്കിൽ ചോദ്യം ചെയ്യേണ്ട ഒരു വിഷയമാണോ, എന്ത് മാനസാന്തരമാണോ നിന്റെ ഉള്ളിൽ വന്നത്? നോഹയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചപ്പാട്, നോഹയ്ക്ക് ദൈവം ആ ദർശനം കൊടുത്തപ്പോൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് നോഹയുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചപ്പോൾ നോഹയുടെ പ്രവർത്തനത്തിൽ തന്നെ ഒരു മാറ്റമുണ്ടായി. നോഹയുടെ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ മാറ്റം ഇതിലൂടെ പറയട്ടെ. എന്താ രണ്ടാമത്തെ മാറ്റം? നോഹയെക്കുറിച്ച് പറയുന്നു, വായിച്ചോട്ടെ. 2 Peter chapter 2 verse 5. നീതി പ്രസംഗിയായ നോഹ. നോഹയെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നോഹ നീതി പ്രസംഗിയാണെന്നോ. ഹി ഈസ് എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നെസ്. നോട്ട് ചെയ്ത് ദാറ്റ്.
ഫെയ്ത്ത് തൻ്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന 2 മേഖലകളിലേക്കാണ് തന്നെ നയിക്കുന്നത്. ഒന്ന്, ദൈവം തന്നോട് കൽപ്പിച്ചു ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. എന്തിനാ പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞത്? വരുന്ന ഒരു ലോകം നശിക്കുവാൻ പോകുക, നീയും നിൻ്റെ കുടുംബവും രക്ഷപ്പെടുവാൻ തക്കവണ്ണം നീ ഒരു പെട്ടകം ഉണ്ടാക്കുക. പക്ഷേ നോഹയ്ക്ക് വേണമായതെങ്കിൽ ഈ പെട്ടകം ഉണ്ടാക്കി ആ പെട്ടകത്തിൻ്റെ പണിയിൽ തന്നെ മുൻപോട്ട് പോകാമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, നോഹ എന്നുള്ള വ്യക്തി അവൻ നീതി പ്രസംഗിയായിരുന്നു. ഹീസ് എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നസ്. നിങ്ങൾക്കറിയാം, ദൈവം നോഹയെക്കുറിച്ചൊരു കാര്യം കൽപ്പിച്ചു. അവൻ ആര്? നീതിമാൻ. നീതിമാനായിരിക്കുന്ന നോഹ ആരായിരുന്നു? നീതി പ്രസംഗിയായിരുന്നു. ഇഫ് യു ആർ എ റൈച്ചസ് പേഴ്സൺ, യു ഹാവ് ടു ബി എ പ്രീച്ചർ ഓഫ് റൈച്ചസ്നസ്. നിങ്ങളൊരു നീതി പ്രസംഗിയാകണമെങ്കിൽ ഒന്നാമത് വേണ്ടത് നിങ്ങൾ നീതിമാനാകണം. നിങ്ങളുടെ ജീവിതത്തിൽ നീതിമാനാകാതെ നീതി പ്രസംഗിയാകാനായിട്ട് പറ്റത്തില്ല. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? നോഹയുടെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. നോഹയുടെ ജീവിതത്തിൻ്റെ, നോഹയുടെ കാലത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരുവചനം വളരെ പെട്ടെന്ന് നിങ്ങൾ എടുത്താട്ട് 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 19 വാക്യം കൂടുതൽ വിശദീകരിച്ച് പഠിപ്പിക്കുവാനായിട്ട് സമയക്കുറവുണ്ട്. എങ്കിലും ഞാനതൊന്ന് തൊട്ട് ഞാൻ പോകാം. 1 Peter chapter 3 verse 19 onwards. അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം. ശ്രദ്ധിച്ചോണേ, ഈ സമയം എന്ന് പറയുന്നത് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം. അപ്പോൾ പെട്ടകത്തിൻ്റെ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക. താഴോട്ട് വായിച്ചാട്ട് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ഈ ഇത്രയും സമയം ദൈവം എന്തിനു വേണ്ടി കൊടുത്തു? ഏതെങ്കിലും സന്ദർഭങ്ങളെങ്കിലും ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന് ആഗ്രഹിച്ച് ദൈവം ദീർഘക്ഷമയോടെ. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം പറഞ്ഞ് ഞാൻ ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കാൻ പോവാം. എന്നിട്ട് പെട്ടകം പണിയുവാനുള്ള സമയം ദൈവം കൊടുത്തത് ഒറ്റ കാരണത്തിന് വേണ്ടിയാ. എന്തിനു വേണ്ടിയാ? ചിലരൂടെ രക്ഷപ്പെട്ടോട്ടെ എന്ന് വെച്ച്. നിങ്ങൾ സീ ദ മൈൻഡ് ഓഫ് ഗാഡ്. ദൈവത്തിന് മുൻപിൽ ഇവരെ ശിക്ഷിക്കേണ്ടത് എല്ലാം ചെന്നിരുന്നിട്ട് അതിക്രമം ദേശം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ദൈവം മനസ്സിലാക്കി. ഈ ദേശത്തെ ഞാൻ നശിപ്പിക്കുവാൻ പോകുന്നത് പറഞ്ഞിട്ട് ദൈവം ചില കാലങ്ങൾ കാത്തിരുന്നു. എന്തിനാ? ദീർഘക്ഷമയോടെ കാത്തിരുന്നു, ആരെങ്കിലും രക്ഷപ്പെട്ടോട്ടെ എന്ന്. യു നോ ദ മൈൻഡ് ഓഫ് ഗാഡ്. മനസ്സിലാവുന്നു നിനക്ക് ദൈവത്തിൻ്റെ മനസ്സ്? ദൈവം ആരോടെങ്കിലും കൽപ്പിച്ചിട്ടുണ്ട് ഞാൻ നിന്നെ നശിപ്പിക്കുവാൻ പോകുന്നത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം നശിപ്പിച്ച് കളയുവാനല്ല, പിന്നെയോ മാനസാന്തരപ്പെട്ടവളാരാ. മാനസാന്തരപ്പെട്ടാൽ ഈ അവസ്ഥയിൽ നിന്ന് ദൈവത്തിന് വിടുവിക്കുവാൻ സാധിക്കും. പലപ്പോഴും പല ദർശനങ്ങൾ ലഭിക്കുന്നത്, വെളിപ്പാടുകൾ, പ്രവചനങ്ങൾ ലഭിക്കുമ്പോൾ മനുഷ്യൻ ഭയപ്പെടുന്നുണ്ട്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് ഭയപ്പെടുവാനല്ല പ്രവചനം, പിന്നെയോ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ളതാണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കുവാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുവാൻ സാധിക്കും. ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ വായിച്ചെടുത്ത താഴോട്ട്, ഇതൊരു വലിയ ചോദ്യ വിഷയമാണ്. ആരാണ് ഈ അനുസരിക്കാത്ത തടവുള്ള ആത്മാക്കൾ? ഈ പ്രത്യേകമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പത്രോസിൻ്റെ 1-ാം ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ കുറിവാക്യം, ദ മെയിൻ വേർഡ്, കീ വേർഡ് എന്ന് പറയുന്നത് ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ എന്നുള്ളതാണ് അതിൻ്റെ കുറിവാക്യം. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ആ വാക്യം ആദ്യം തൊട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അവിടെ തുടക്കത്തിൽ ഇപ്രകാരം പറയുന്നു, ആത്മാവിൽ അവൻ ചെന്നു. ആര് ചെന്നു? ഏത് സമയത്ത് ചെന്നു? അവിടെ നെക്സ്റ്റ് പറയുന്നത് ആത്മാവിൽ അവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം. അപ്പോൾ കാലം ഏതിനെക്കുറിച്ച് പറയുന്നു? പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം. എന്നാൽ ഏത് കാലമാണ്? പെട്ടകം പ്രിപ്പയർ ചെയ്യുന്ന സമയം. അപ്പോൾ എന്ത് സംഭവിച്ചു? ആത്മാവിൽ അവൻ ചെന്നു. ഏത് കാലത്ത് ചെന്നു? പണ്ട് പെട്ടകം ഒരുക്കുന്ന സമയം. എന്നിട്ട് താഴോട്ട്, അപ്പോൾ ആര് പ്രസംഗിച്ചു? പണ്ട് അവൻ ആത്മാവിൽ ചെന്നു. നോഹ പെട്ടകം ഒരുക്കുന്ന സമയം അനുസരിക്കാത്ത തടവുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആര് പ്രസംഗിച്ചു? പ്രസംഗി ആരാ? നോഹ. ആരാ പ്രസംഗിച്ചേ?
അവൻ ആത്മാവിൽ ചെന്ന്, ആരാത്മാവിൽ ചെന്നു? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോഹയിൽ വ്യാപരിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നോഹയിൽ വ്യാപരിച്ച് നോഹ ഒരു ഭയങ്കര പ്രസംഗം അങ്ങ് നടത്തി. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സൈഡിൽ പെട്ടകം പണിതുകൊണ്ടിരിക്കുമ്പോൾ മറു സൈഡിൽ പെട്ടകത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുകയല്ല, ഞാനും എൻ്റെ കുടുംബം മാത്രം രക്ഷപ്പെട്ടാൽ മതിയെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല, ഈ തന്നെ കുറ്റപ്പെടുത്തുന്ന ജനത്തോട് നീതി പ്രസംഗിച്ചു കൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അവർ ബാക്കി മുഴുവൻ ജനവും ഇവിടെ കിടക്കുക അതിക്രമത്തിൽ. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെട്ടവർ. ബാക്കിയുള്ളവരൊന്നും രക്ഷിക്കപ്പെട്ടവരല്ല, അത് വക്രതയിൽ നിറഞ്ഞു നിൽക്കുന്നവരാ. അവരുടെ അടുത്ത് സുവിശേഷം പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവം എന്താ? അല്ലാത്തവരോട് പറയുന്നില്ല, പിന്നെ ഇത് ഇല്ലേ? എന്തായിരിക്കും അനുഭവം? അനുഭവം എന്തുമായിരിക്കും? ഒറ്റ ദിവസമേ നമ്മൾ പറയത്തുള്ളൂ. രണ്ടാമത്തെ ദിവസം ഏതായാലും ദൈവം ഇതുങ്ങളെ നശിപ്പിക്കാൻ വെച്ചിരിക്കുക, പിന്നെ ഞാൻ എന്തിനാ ഇത്രേ? ശരിയല്ലയോ? പറഞ്ഞാട്ടെ, ശരിയാണോ അല്ലയോ? ദൈവം ഓൾറെഡി നോഹയുടെ എന്താ പറഞ്ഞു? ഞാൻ ഈ ജനത്തെ മുഴുവനായിട്ട്, ദൈവത്തിൻ്റെ ക്ലിയർ വോയിസ് നോഹയ്ക്ക് കിട്ടിയില്ലേ? നോഹയ്ക്ക് അറിയത്തില്ല ഇതിലൊന്നും രക്ഷപ്പെടത്തില്ലെന്ന്. പിന്നെ നോഹ എന്തോ ചെയ്തു? പ്രസംഗിച്ചു. എന്തിനാ പ്രസംഗിച്ചേ? എന്തിനാ? ആരുടെ ഹൃദയമാണെന്ന് മനസ്സിലായോ? ദൈവത്തിൻ്റെ ഹൃദയം. ദൈവത്തിൻ്റെ ഹൃദയം ഉള്ളിൽ കടന്നു വരുന്ന ഒരു വ്യക്തിക്ക് ഈവൻ അവൻ രക്ഷപ്പെട്ട് ഗുണം പിടിച്ചില്ല, നല്ല മലയാള ഭാഷയെ പറഞ്ഞ ഗുണം പിടിച്ചില്ലേലും വേണ്ടില്ല, ഞാൻ എന്തോ ചെയ്തുകൊണ്ടിരിക്കും. അവൻ നന്നായില്ലെങ്കിലും വേണ്ടില്ല, കാരണം ഇത് എൻ്റെ മേൽ ദൈവം തന്നിരിക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നോഹയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ വിശ്വാസത്തിൻ്റെതായിരിക്കുന്ന പ്രവർത്തനം തൻ്റെ ജീവിതത്തിൽ, തൻ്റെ ഉള്ളിൽ, ആ മനസ്സിൽ വ്യാപരിച്ച സമയത്ത് താൻ രണ്ട് രീതിയിലാണ് തൻ്റെ ആക്ഷൻ പോയത്. ഒന്ന്, ദൈവത്തിൻ്റെ അരുളപ്പാട് താൻ ശ്രമിച്ചു, അതിനനുസരണമായിട്ട് പെട്ടകം ഉണ്ടാക്കുവാൻ തുടങ്ങി. രണ്ട്, അതേ സൈഡിൽ തിരിച്ചു പോകുക, നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെക്കുറിച്ചുള്ള ഭാരം തൻ്റെ ഉള്ളിലുണ്ടായി. അവർക്ക് എന്ത് ചെയ്തുകൊണ്ടിരുന്നു? പ്രസംഗിച്ചുകൊണ്ടിരുന്നു. നീതി പ്രസംഗിയായിരിക്കുന്നത് നോഹ. ഈവൻ മറ്റുള്ളവർ പറയും നീ ഭ്രാന്തനാന്ന് പറഞ്ഞാലും നോഹ അവിടെ നിന്ന് രണ്ട് വാക്ക് വെള്ളപ്പൊക്കം വരാൻ പോവാന്ന് പറയും. ബാക്കിയുള്ളവർ പറയും കുഞ്ഞെ ഇപ്പം നശിക്കാൻ, ഇപ്പം ബാക്കിയുള്ള നോഹ പറയും ഇപ്പം നശിക്കാൻ പോവാൻ, നോഹയെ നോക്കേണ്ടി. ഇവർ പറയും ഈ ഭ്രാന്ത് ചിലപ്പോൾ കല്ലുകൾ ചെറിഞ്ഞെന്നിരിക്കും, എന്നാലും നോഹയ്ക്ക് ഒന്നേ പറയാനുള്ളൂ, വെള്ളപ്പൊക്കം വരാൻ പോവാ. രക്ഷപ്പെട്ടവനെ പെട്ടകത്തിൽ കയറിക്കൊള്ളാൻ എന്നുള്ള ഒരൊറ്റ വേർഡല്ലാതെ വേറൊന്നും നോഹയ്ക്ക് പറയാനില്ല. ബാക്കി എന്തെല്ലാം എതിർപ്പുകൾ തൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും നിങ്ങൾ മനസ്സിലാക്കണം, ഹി ഈസ് ദി ഓൺലി വൺ ആൻഡ് ഹിസ് ഫാമിലി. മറ്റാരുമില്ല ദൈവം നോക്കിയിട്ട് രക്ഷപ്പെടുത്തുവാൻ, ഈ ഒരൊറ്റ വ്യക്തിയേ ഉള്ളൂ. അപ്പോൾ അത്രമാത്രം എതിർപ്പിൻ്റെ നടുവിൽ ജീവിക്കുന്ന നോഹയ്ക്ക് എന്തെല്ലാം എതിർപ്പ് സഹിച്ചാലും ഒന്നേ പറയാനുള്ളൂ, എന്തുവാ? പെട്ടകം പണിയുന്നു, വെള്ളപ്പൊക്കം വരാൻ പോവാ. ഈ മനുഷ്യനോട് വെള്ളപ്പൊക്കം വരാൻ പോവാന്ന് ചോദിച്ചാൽ അവന് വല്ലതും അറിയാമോ? ഇതുവരെ അവരുടെ ജീവിതത്തിൽ വെള്ളപ്പൊക്കം കണ്ടിട്ടില്ല, മഴ അവർ കണ്ടിട്ടില്ല. അന്നേരം ഇവർക്ക് മുഴുവൻ തോന്നുന്നത് ഇവന് എന്തൊക്കെയോ സ്ക്രൂ ലൂസാ, ഇതല്ലാതെ ഇതിനപ്പുറത്തൊന്നുമില്ല. മനസ്സിലാക്കണേ, ഒരു സമയം വരെ ചിലർ പറയും സ്ക്രൂ ലൂസ് ആണെന്ന്, പക്ഷേ ആ സമയം കഴിയുമ്പോൾ അവർ മനസ്സിലാക്കും നമ്മൾ സ്ക്രൂ ഉള്ളവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം, തിരുവചനം പ്രസംഗിക്കുമ്പോൾ അത് രണ്ട് ആക്ഷനിലാണ് പ്രവർത്തിക്കുന്നത്, രണ്ട് രീതിയിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഒന്നും രക്ഷപ്പെട്ടില്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല, ഒന്നും നന്നായില്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. വല്ലതും ഉണ്ടോ? ഞാൻ പറഞ്ഞുതരാം, വായിച്ചോട്ടെ. 2 Corinthians chapter 2 അതിന് 14-15 വാക്യം ശ്രദ്ധിക്കണം. വേർഡ് ക്രിസ്തുവിൽ ഞങ്ങളെ, അണ്ടർലൈൻ ദാറ്റ് വേഴ്സ്, ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലായിടത്തും
ഞങ്ങളെ കൊണ്ട്, പിന്നെ പറഞ്ഞെന്തുവാ, തന്റെ പരിജ്ഞാനത്തിന്റെ എവിടൊക്കെ എല്ലായിടത്തും. എവിടെല്ലാം ഞാൻ നിന്നിട്ടുണ്ടോ, എവിടെല്ലാം ഞാൻ നിൽക്കുമോ അവിടൊക്കെ ദൈവകൃപയിൽ നിൽക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന എന്നിൽ കൂടെ വെളിപ്പെടും. പക്ഷേ ആ വെളിപ്പെടുന്നത് രണ്ട് രീതിയിലാണ് അത് റിയാക്ട് ചെയ്യുന്നത്. താഴത്തെ വാക്യം, രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും അണ്ടർലൈൻ ചെയ്തോണേ ആ വാക്യം, അത് വളരെ ബ്യൂട്ടിഫുൾ വാക്യമാണ്. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന. നീ രക്ഷിക്കപ്പെട്ടാലും കുഴപ്പമില്ല, അത് നല്ലതാ. രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയാണ്. ആ സൗരഭ്യവാസന എങ്ങനെ വെളിപ്പെടുന്നു? താഴോട്ട്, ഇവക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. ആർക്കാന്നറിയാമോ? രക്ഷിക്കപ്പെടാത്തവർക്ക്. എൻ്റെ വാക്ക് കേട്ട്, അല്ലെങ്കിൽ നീതി പ്രസംഗികളുടെ വാക്ക് കേട്ടിട്ട്, നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് രണ്ട് വേർഡ് പറഞ്ഞ് തിരിച്ചു പോകുന്നവരോട് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുവാനുള്ളത്, കുഞ്ഞെ, ഈ പറഞ്ഞവനൊന്നും നഷ്ടമില്ല, നഷ്ടം നിനക്ക് തന്നെ. കാരണം എന്നാ? നിന്നെ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്. പക്ഷെ നീ അത് സ്വീകരിച്ചാൽ നിനക്കുള്ള പദവി എന്തുവാ? മനസ്സിലായോ? എല്ലാ തിങ്കളാഴ്ച ഇവിടെ വന്ന് നിന്ന് മെസ്സേജ് കൊടുത്ത് എൻ്റെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ ഞാൻ അടി മേടിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കണം, നമ്മൾ ചരതിച്ചു വെക്കുക, ദൈവത്തിൻ്റെ കോപത്തെ ഞാൻ കൂട്ടിവെക്കുക. എന്താ കാരണമെന്നാ? നീതി പ്രസംഗിയായിരിക്കുന്ന നോഹ, അവൻ നീതിമാനായിരുന്നു, അവൻ നീതി പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. അവൻ്റെ സകല പ്രതികൂലങ്ങളുടെ മുൻപിലും കണ്ണും അടച്ച് നോഹ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. എന്തെല്ലാം ആര് പറഞ്ഞാലും നോഹയ്ക്കൊരു വിഷയമല്ല, എന്തെല്ലാം കേട്ടാലും നോഹയ്ക്കൊരു വിഷയമല്ല. കാരണം എന്നാണെന്നറിയാമോ? നോഹയൊന്ന് കണ്ടതാ. എന്തുവാ കണ്ടത്? ഒരു വെള്ളപ്പൊക്കം. ഭൂമി മുഴുവൻ നശിക്കുവാൻ പോകുന്നുവെന്നുള്ളത് ഇന്ന് ഞാനും നിങ്ങളും ആ കാഴ്ച കണ്ടിരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് മടങ്ങിയിരിക്കുവാൻ പറ്റത്തില്ല. എൻ്റെ അരുമരക്ഷിതാവായ യേശു വരുവാൻ സമയമായി. പെട്ടകത്തിൽ ഒരുക്കപ്പെടുന്ന പൂർത്തീകരണത്തിൻ്റെ സമയത്തിലേക്ക് പെട്ടകം കടന്നു വരുന്നുവെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, നശിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, ആ നശിക്കുന്ന ഒരു കൂട്ടം ഗണത്തെ കാണുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. മിണ്ടാതിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ആത്മാവ് ഇല്ല എന്നുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം, കർത്താവായ യേശു ഇപ്രകാരം പറഞ്ഞു, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ച്, ലാസ്റ്റ് വേർഡ്, എൻ്റെ സാക്ഷികളാകും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഉപയോഗം സാക്ഷിക്കുവാനാകുന്നുവെങ്കിൽ, കൈയടിക്കുവാനുള്ളത് മാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, സാക്ഷിക്കുവാനുള്ളതല്ല. സാക്ഷിക്കത്തില്ല എങ്കിൽ അത് ദൈവത്തിന് ദുഃഖം വരുത്തുക. എന്താ ഇവിടെ സംഭവിച്ചത്? തൻ്റെ ജീവിതത്തിൽ വിശ്വാസം, ആ വിശ്വാസം തൻ്റെ ഉള്ളിൽ കടന്നു വന്നപ്പോൾ തൻ്റെ മൈൻഡിലൊരു വലിയ മാറ്റം വന്നു. തൻ്റെ കാഴ്ചപ്പാടുകൾ മാറി. ദൈവത്തെക്കുറിച്ച് താൻ കാണുവാനിടയായി തീർന്നു. ദൈവ വിഷയത്തിൽ തനിക്ക് ആഗ്രഹമുണ്ടായി. രണ്ടാമത്തെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവ വിഷയത്തിലേക്ക് തൻ്റെ ആഗ്രഹം കടന്നു വന്നപ്പോൾ അത് രണ്ട് രീതിയിൽ പ്രതികരിച്ചു. ഒന്ന്, ദൈവം കൽപ്പിച്ചതുപോലെ പെട്ടകം ഉണ്ടാക്കുവാൻ വളരെ ജാഗ്രതയോടെ. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ, വളരെ ചുരുങ്ങിയൊരു കാലം. അപ്പം എത്രമാത്രം സ്പീഡായിട്ട് ഈ നോഹ പണി ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഒരു സമയം പോലും റെസ്റ്റ് കൊടുക്കുവാനില്ല. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി, താൻ രക്ഷപ്പെടേണ്ടതിന് വേണ്ടി ഒരു പെട്ടകം പണിയുവാനായിട്ട് ആഗ്രഹിച്ചുവെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ആ പെട്ടകത്തിൻ്റെ തൻ്റെ കംപ്ലീറ്റ് ചിന്താഗതികൾ അതിൻ്റെ പിന്നാലെ കടന്നുപോയെങ്കിൽ, മറു സൈഡിലേക്ക് താൻ നോക്കുമ്പോൾ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെട്ടോട്ടെ, ബാക്കിയെല്ലാവരും നശിച്ചോട്ടെ എന്നുള്ള ചിന്തയല്ല നോഹയ്ക്കുണ്ടായിരുന്നത്. ഒരാളുകൂടെ രക്ഷപ്പെട്ടാൽ നല്ലതായിരുന്നു, ഒരാളുകൂടെ ഈ വാക്ക് കേട്ട് പെട്ടകത്തിൽ കയറിയാൽ നല്ലതായിരുന്നു. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ഒരാൾ ഒരുപക്ഷെ നിങ്ങളാകുന്നുവെങ്കിൽ ഇതാണ് സുപ്രസാദകാലം. ദൈവത്തിൻ്റെ വചനം ഞാൻ കേട്ടു, ദൈവത്തിൻ്റെ വചനം ഞാൻ അനുസരിച്ചു, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നത് പറഞ്ഞിട്ട് ഇന്നും എൻ്റെ കാഴ്ചപ്പാടുകൾ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടായി മാറുന്നില്ല എങ്കിൽ, ദൈവിക വിഷയത്തിൽ എനിക്ക് താല്പര്യമില്ല എങ്കിൽ
ശ്രദ്ധിച്ചോണേ, എവിടേക്കോ എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ ദർശനത്തിലേക്ക് കടന്നു വരിക, ആ കാഴ്ചപ്പാടിലേക്ക് കടന്നു വരിക. നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ അടച്ചാട്ട് കർത്താവിൻ്റെ വിശുദ്ധ മുഖത്തെ കണ്ണുകൾ തിരിച്ചാട്ട് ഇന്ന് രാത്രി സ്വയമായിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്താട്ട് എല്ലാവരും ശാന്തമായിട്ടൊന്ന് പരിശോധിച്ചാട്ട്